നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ കേരളത്തിൽ മുനമ്പത്ത് മുഖ്യമായും സ്വകാര്യ ഭൂമിയും സർക്കാർ ഭൂമിയും വഖഫാക്കുന്നു എന്ന ആരോപണം സജീവമാകുമ്പോൾ രക്ഷകനായി അവതരിക്കുന്നു വഖഫ് ഭേദഗതി ബിൽ. ഏത് ഭൂമിയും വഖഫാക്കി പിടിച്ചെടുക്കുമെന്ന് ആശങ്കപ്പെടുന്ന വഖഫ് നിയമം പൊളിച്ചെഴുതാൻ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബിൽ JPC കടന്ന് ഇനി പാർലമെന്റിലേക്ക്. ബിൽ പാസായി നിയമമായാൽ നേട്ടമെന്ത്? മുസ്ലിങ്ങൾക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ? മുസ്ലിങ്ങളല്ലാത്തവരെ വഖഫ് ബോർഡിൽ അംഗങ്ങളാക്കുന്നതും വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതും എന്തിന് എതിർക്കുന്നു? വഖഫ് ഭൂമിയല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഉടമസ്ഥനാകുന്ന വിചിത്ര രീതിക്ക് മാറ്റമാകുമോ? ബില്ല് പരിഗണിച്ച് ജോയിന്റ് പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയത് ഏകപക്ഷീയമായോ? മുനമ്പം നിവാസികളുടെ സമരം ലക്ഷ്യം കാണുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പേരിൽ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഫാദർ ജോഷി മയ്യാറ്റിൽ, ശ്രീ മുസ്തഫ മുണ്ടുപാറ, ശ്രീ ജിൻഡോ ജോസഫ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മുസ്തഫ മുണ്ടുപാറ, എന്തായാലും JPCയുടെ അംഗീകാരം കിട്ടിയ സ്ഥിതിക്ക് ഇനി വഖഫ് ഭേദഗതി ബിൽ പാസാക്കി എടുക്കുവാനായിട്ട് കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അങ്ങനെ വരികയാണെങ്കിൽ വഖഫ് നിയമം പൊളിച്ചെഴുതപ്പെടാൻ പോവുകയാണ്. അത് അംഗീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരികയാണ്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള വഖഫ് നിയമപ്രകാരം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തർക്കങ്ങൾ ഉണ്ട്. അപ്പോൾ അത് പരിഹരിക്കുവാനായിട്ട് ഈ ഭേദഗതി ഉപകരിക്കുമെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? JPCയുടെ കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന ഈ ബില്ല് അത് സംബന്ധമായ വിശദമായ ചർച്ച നടന്നു എന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് വായിക്കുന്നത്. 33 അംഗ സമിതിയിൽ നിന്നുകൊണ്ട് 10 പേര് മാത്രമാണ് പ്രതിപക്ഷത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തോടു കൂടി ആ ബില്ല് പാസ്സാക്കപ്പെട്ടു, അല്ലെങ്കിൽ ബില്ല് പാസ്സാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയെന്ന് യാഥാർത്ഥ്യമാണ്. അതേസമയം ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം, ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ ഏതാനും അടുത്ത 31-ാം തീയതിയോടുകൂടി ബില്ല് പാസ്സാവുന്നതോടുകൂടി നടക്കാൻ പോകുന്നത്. ഈ രാജ്യത്തെ ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന ഏക്കർ ഭൂമികളാണ് വഖഫ് ഭൂമിയായി ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. അത് പരലോക മോക്ഷം കാക്ഷിച്ചുകൊണ്ട് ആളുകൾ സംഭാവന നൽകി, അല്ലെങ്കിൽ ഉദാരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് സംഭാവന നൽകിയ വഖഫ് ഭൂമികൾ അത് അന്യാധീനപ്പെട്ടു പോവുകയും പലപ്പോഴും അത് സർക്കാർ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ കൈകളിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്ന ആശങ്കയാണ് JPCയുടെ കമ്മിറ്റിയിലെ ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കിയ ഈ ബില്ലിന്റെ അവസാന നടപടികളിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് രാജ്യത്തെ ഏറ്റവും പ്രത്യേകിച്ചുകൊണ്ട് വഖഫ് എന്ന് പറയുന്നത് അത് ആരുടെയും തട്ടിപ്പറിച്ചുണ്ടാക്കിയതല്ല, ആരുടേതും കവർന്നെടുത്തതുമല്ല. അത് പരലോക മോക്ഷം കാക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിക വിശ്വാസികളായ ആളുകൾ പതിറ്റാണ്ടുകളായി, അല്ലെങ്കിൽ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് നടന്നു വരുന്ന ഒരു സംവിധാനമാണ് വഖഫ് ചെയ്യുക എന്നുള്ളത്. അത് അവരവരുടെ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന വിധത്തിൽ അത് സമർപ്പിക്കുക എന്നതാണ് വഖഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ടിന്റെ ആ സമയം മുതൽ അതിനൊരു സുരക്ഷ ബ്രിട്ടീഷ് ഗവൺമെന്റ് പോലും നൽകിയ ആ സുരക്ഷാ സംവിധാനത്തെ, അല്ലെങ്കിൽ ആ സുരക്ഷയെ ഇപ്പൊ അതിനെ തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ അതിലെ എല്ലാ ഭേദഗതികളെയും, ഇപ്പോൾ വഖഫ് ഭേദഗതി എന്ന് പറയുന്നത് 44 ഭേദഗതികളാണ് വന്നിരിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ലിൽ വഖഫ് നിയമത്തിൽ നിന്ന് 44 മാറ്റങ്ങൾ കടന്നു വരികയാണ്. ഇതിലെല്ലാത്തിനെയും നിങ്ങൾ എതിർക്കുന്നുണ്ടോ? അതോ ഏതൊരു പ്രോപ്പർട്ടിയും അത് വഖഫ് ഭൂമിയാണെന്ന് അവകാശവാദം ഉന്നയിക്കാമെന്ന 40ാമത്തെ ആ വിവാദമായ സെക്ഷൻ അത് അതേപടി മാറ്റുകയാണല്ലോ വഖഫ് ഭേദഗതി ബില്ലിലൂടെ. അപ്പോൾ അതാണോ നിങ്ങളുടെ എതിർപ്പിന് പ്രധാന കാരണം? മറ്റൊന്ന് എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അമുസ്ലിങ്ങൾ വഖഫ് ബോർഡിലേക്കും വഖഫ് കൗൺസിലിലേക്കും കടന്നു വരുന്നുണ്ട്. ഇതൊക്കെയാണോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളായിട്ട് ഉള്ളത്? അതോ എല്ലാം നിങ്ങൾ എതിർക്കുന്നു എന്നുള്ളതാണോ? ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ 44 ഭേദഗതികളാണ് കൊണ്ടുവന്ന് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഉന്നയിക്കപ്പെട്ടത്. അതിൽ നിന്നുകൊണ്ട് ഒന്നുപോലും അതിൽ നിന്നുകൊണ്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ് വാർത്തകൾ അറിയുന്നത്. അല്ല, ഇത് ഞാൻ 44 എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. വഖഫ് ഭേദഗതി ബിൽ നേരത്തെ പാർലമെന്റിൽ വെച്ച സമയത്ത് വഖഫ് നിയമത്തിൽ നിന്ന്
44 മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അതാണല്ലോ വഖഫ് ഭേദഗതി ബില്ലിൽ 1, 2, 3 എന്ന് അടയാളപ്പെടുത്തിയുള്ളത്. ആ 44 ഭേദഗതികൾക്കും അംഗീകാരമുണ്ട്. അതുകൂടാതെയാണ് JPCയിൽ മറ്റ് ചില ഭേദഗതികൾ കൂടി വന്നത്. അതായത് വഖഫ് ഭേദഗതി ബില്ലിൽ തന്നെ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങളെ തൃപ്തിപ്പെടുന്ന കാര്യമല്ല. അത് ഞാൻ പറയാം, അത് നേരത്തെ നിങ്ങൾ ഉന്നയിച്ച ആശങ്കകൾ തന്നെയാണ്. അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കാരണം പ്രതിപക്ഷ അംഗങ്ങൾ കൊണ്ടുവന്ന ഒരു ഭേദഗതിയും അംഗീകരിച്ചിട്ടുമില്ല JPCയിൽ. അത് ശരിയാണ്. പക്ഷേ ഈ വഖഫ് ഭേദഗതി ബില്ലിൽ ഇപ്പോൾ കൊണ്ടുവന്ന 44 കാര്യങ്ങളും അതെല്ലാം മുസ്ലിം സമുദായത്തിന് എതിരാണ് എന്നാണോ ഇപ്പോഴുമുള്ള വാദം? അല്ല, വഖഫ് നിയമത്തിൽ ആവശ്യമായ അതിന്റെ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന വിധത്തിൽ അതിന്റെ ഉദ്ദേശം എന്താണോ, അത് വഖഫ് ആ സംവിധാനം ഉണ്ടായതിന്റെ ഉദ്ദേശം എന്താണോ അതിന് കൂടുതൽ ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള മാറ്റങ്ങളൊക്കെ സ്വാഗതാർഹമാണ്. ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ ഈ ഭേദഗതികൾ അത് 2, 3 എണ്ണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇന്ന് പുറത്തു വന്നത്. 3, 4 എണ്ണം വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഫൈനൽ വന്നിട്ടില്ല. അത് 31-ാം തീയതി പാർലമെന്റിൽ ബില്ല് വരുന്ന സമയത്താണ് അത് നമുക്ക് അറിയാൻ കഴിയാം. ആ 3, 4 എണ്ണം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ഈ ബില്ലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സതുദ്ദേശപരമല്ല എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. കാരണം ഒന്ന്, BJP സർക്കാരാണ് ഇത് കൊണ്ടുവന്നത്. BJP സർക്കാർ പ്രത്യേകിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തോട് വർഷങ്ങളായി സ്വീകരിക്കുന്ന സമീപനം വളരെ പ്രതികൂലമായൊരു സമീപനമാണ് എന്ന കാര്യം നമുക്കറിയാം. ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ലംഘിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുക എന്ന നയത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് നീക്കം നടക്കുന്നത്. ശരി. അപ്പോൾ BJP കൊണ്ടുവരുന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾ സംശയത്തോടു കൂടി കാണുന്നത്. അതല്ലാതെ വഖഫ് നിയമത്തിൽ ചില മാറ്റങ്ങൾ വേണമായിരുന്നു, അത് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ BJP ആണ് ഇത് കൊണ്ടുവരുന്നത്. അതാണ് സംശയദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുവാനുള്ള കാരണം. അല്ല, അത് മാത്രമല്ല. അതായത് ഇപ്പൊ പുറത്തു വന്ന 3, 4 വിഷയങ്ങളുണ്ട്. ആ 3, 4 വിഷയങ്ങളും പുറത്തു വന്നത് ഇന്നും ഔട്ട് ചെയ്യപ്പെട്ട 3, 4 കാര്യങ്ങളുണ്ട്. ബാക്കി ഏതൊക്കെയാണ് അതിൽ വരുന്നതെന്ന് നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി അതിൽ കൂടുതൽ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇതിനൊരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ വെച്ചാണ് നമുക്ക് എല്ലാവർക്കും അതിന്റെ കോപ്പിയും നമ്മുടെ കൈവശമുണ്ട്. പിന്നെ ഇതിൽ പുതിയ ഭേദഗതികളായിട്ട് വന്നതും അത് സർക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭേദഗതികൾ തന്നെയാണ്. ചില്ലറ മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾ നേരത്തെ ഈ വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ വെച്ച സമയത്ത് ഉന്നയിച്ച അതേ ആക്ഷേപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്, മാറ്റമില്ലല്ലോ. അല്ല, അതിനേക്കാൾ കൂടുതൽ കടുപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് JPCയുടെ കമ്മിറ്റിയിൽ പാസ്സാക്കിയെന്നുള്ളതാണ്. നേരത്തെ കളക്ടറുടെ കാര്യമല്ലേ, കളക്ടർ വേണ്ട, അതൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ മതി ഇത് വഖഫ് ഭൂമിയാണോ എന്ന് പരിശോധിക്കാൻ, അല്ലേ? അതല്ലേ പരിശോധിക്കാനുള്ള സമിതി നേരത്തെ കലക്ടറായിരുന്നു, നേരത്തെ കരട് കോപ്പിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ഇന്ന് വന്ന ഇതിൽ നിന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ അതിന് പ്രത്യേകിച്ച് ഒരു അതോറിറ്റിയെ നിയമിക്കുന്നു എന്നാ. സർക്കാരിന് അനുകൂലമായി കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി തികച്ചും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ബില്ലാണ് ഈ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ പോകുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതുതായി കൂടുതൽ വിഷയങ്ങൾ കടുപ്പിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഈ വിഷയത്തെ സമീപിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ശ്രീ ജിൻഡോ ജോസഫ്, ഇവിടെ BJP കൊണ്ടുവരുന്നു എന്നതുകൊണ്ട് മാത്രമുള്ള എതിർപ്പാണോ ഈ വഖഫ് നിയമം പൊളിച്ചെഴുതുമ്പോൾ നിങ്ങൾക്കുള്ളത്? ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ MP തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് ഭേദഗതികൾക്ക് അനുകൂലമായി സംസാരിക്കേണ്ടി വരുമെന്നാണ്. പിന്നീട് അദ്ദേഹം അത് തിരുത്തി പറയുകയും ചെയ്തു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന്. അപ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും, ചിലതല്ല ഒട്ടുമിക്ക കാര്യങ്ങളിൽ ഈ വഖഫ് നിയമത്തിൽ ചില മാറ്റങ്ങൾ വേണ്ടി വരും എന്ന് പറയേണ്ടി വരുമോ, പ്രത്യേകിച്ച് മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ കൺമുന്നിലുള്ളപ്പോൾ? മഞ്ജുഷേ, വഖഫ് നിയമമല്ല, ഇന്ത്യയിലെ ഏത് നിയമത്തിലും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണല്ലോ. അത് ഏത് നിയമത്തിലും. ഇപ്പോൾ വന്യജീവി നിയമത്തിൽ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണം ഉണ്ടാവണമെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷകരൊക്കെ നിരന്തരം മുറവിളി കൂട്ടുന്നതാണ്. പക്ഷെ അതിലൊരു അനുതാപപൂർവമായിട്ടുള്ളൊരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമ്മൾ കാണുന്നില്ല. പിന്നെ വഖഫ് ബില്ലിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അമെൻമെൻറ്റ് വരുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട് എന്ന് തന്നെ നമ്മൾ കാണണം. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അമെൻഡ് ചെയ്തിട്ടുള്ള വകുപ്പുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ്, ചില ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. ഇനി ഈ മുനമ്പത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ, വഖഫ് അമെൻമെൻറ്റ് ആക്ടിൽ ഇവർ നിർദ്ദേശിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നിർദ്ദേശം പ്രകാരം മുനമ്പത്തെ മനുഷ്യരുടെ നിലവിലെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. മുനമ്പത്തെ വിഷയം അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം തികച്ചും ന്യായമാണ്. അവർ 2 വട്ടം നീതി
നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരാണ്. സാധാരണ കുടിയെടുപ്പുകാർക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് പതിച്ചു കിട്ടില്ല. അതിനുശേഷം അവർ വില കൊടുത്ത് ഫാറൂഖ് കോളേജിൻ്റെ നിന്ന് വാങ്ങേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്രാവശ്യവും അവർ നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരാണ്. മറ്റ് മലയോര മേഖലയിലേക്ക് കുടിയേറിയ ആളുകൾക്കൊക്കെ പട്ടയം കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ഭൂമി പതിച്ചു കിട്ടിയപ്പോൾ ഇവർക്കത് നിഷേധിക്കപ്പെട്ട ആളുകളാണ്. പിന്നീട് ഇവരത് വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഫാറൂഖ് കോളേജ് ഭൂമിയിൽ ക്രയവിക്രയം നടത്തിയതുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ വിഷയം മറ്റൊരു കാര്യമാണ്. അതിനെ മറ്റൊരു രീതിയിൽ തന്നെ കേരളത്തിൻ്റെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്ന അതിനെ നല്ല രീതിയിൽ തന്നെ പരിഹരിക്കണം. അവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിക്കുക, അവർക്ക് ആ ഭൂമി അവരുടെ ഭൂമിയിലെ ക്രയവിക്രയ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശവും അവർക്ക് ഉറപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. കരം മേടിക്കുക അല്ലെങ്കിൽ അവിടുത്തെ വിഷയം താൽക്കാലികമായി പരിഹരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം. പിന്നെ അതിനപ്പുറത്ത് നമ്മൾ കാണുമ്പോൾ ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെ നമ്മൾ എതിർക്കാൻ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ JPCക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10-10.5 വർഷക്കാലത്തെ ഭരണം നമ്മൾ നോക്കിയാൽ ആദ്യമായിട്ടാണ് ഒരു നിയമം അവരൊരു ബില്ല് അവതരിപ്പിച്ചിട്ട് അത് JPCക്ക് വിടേണ്ടി വരുന്നത്. അങ്ങനെ JPCക്ക് വിടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് നിതീഷ് കുമാർ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അവരും ചില കാര്യങ്ങളിൽ ഭയടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് JPCക്ക് വിടുന്നത്. അങ്ങനെ വിടുക എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു സെറ്റ് ബാക്ക് ആയിട്ട് കാണണം. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല ശ്രീ ജിൻഡോ. അതിപ്പോൾ ദേശീയ തലത്തിൽ NDA ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം NDAയിൽ ഒരു വിള്ളലുണ്ട്. അവിടെ JDUവും അതുപോലെ തന്നെ TDPയും ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയും അഭിപ്രായ വ്യത്യാസമുള്ളവരാണ് എന്ന രീതിയിലുള്ള വലിയ പ്രചാരണം ഉണ്ടായിരുന്നുവല്ലോ. പക്ഷേ JPCയിൽ അക്കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് NDAയുടെ കെട്ടുറപ്പ് കൂടി ഈ JPCയിൽ വഖഫ് ഭേദഗതി ബിൽ അംഗീകാരം നേടിയെടുത്തത് ചർച്ച ചെയ്യുമ്പോൾ കടന്നു വരികയാണ്. അല്ല, അങ്ങനെയും വ്യാഖ്യാനിക്കാം. അതിനൊന്നും നമുക്കിപ്പോൾ രാഷ്ട്രീയമായിട്ട് അതിനെ എതിർക്കേണ്ട കാര്യമില്ല. അവർ NDA എന്നുള്ള നിലയ്ക്ക് അവർ 16 അംഗങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. പ്രതിപക്ഷത്തിൻ്റെ 10 അംഗങ്ങൾ പറഞ്ഞ ഒരു നിർദ്ദേശങ്ങളും അവർ അംഗീകരിച്ചില്ല, വോട്ടിനിട്ട് തോൽപ്പിച്ചു. അതുമാത്രമല്ല, ഈ JPCയുടെ ചെയർമാൻ തന്നെ പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാടൊക്കെ എടുക്കുന്ന കണ്ടു. അപ്പം JPC എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിനേക്കാൾ കുറച്ചുകൂടി നമ്മളതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തും പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം കൂടി കുറെ കൂടി കാതു കൊടുക്കുന്ന ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ വോട്ടിനിട്ട് തോൽപ്പിക്കുകയും അല്ലെങ്കിൽ ആ 10 അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന നടപടി അത് അത്രത്തോളം ജനാധിപത്യപരമായിരുന്നു എന്ന് നമുക്കാർക്കും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ അതിൽ ഒരു പ്രത്യേകത, ഈ അമെൻമെൻറ്റ് ബില്ലിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ അപ്പുറത്തേക്കാണ് JPCയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്താ, കളക്ടറിൽ നിന്ന് കളക്ടർക്ക് അധികാരം കൊടുക്കണമെന്നാണ് അമെൻമെൻറ്റ് ബില്ലിൽ പറഞ്ഞതെങ്കിൽ കളക്ടറിൽ നിന്ന് സംസ്ഥാന സർക്കാർ, അതാത് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം തീർക്കാനായിട്ട് പരിഹരിക്കാനുള്ള അധികാരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ ആയിരിക്കുമല്ലോ സെലക്ട് ചെയ്യുക. സ്വാഭാവികമായിട്ടും ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ തീരുമാനമായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ വഖഫ് എന്നുള്ള ആ ലോയ്ക്ക് അതിൻ്റെ കൺസെപ്റ്റിന് തന്നെ എതിരാണ്. അവർക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് അവർക്ക് ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ ഇത്തരത്തിലുള്ള ഭൂമി സംരക്ഷിക്കാനുള്ള അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ട് നമ്മൾ അതിനെ കാണണം എന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷേ അതിൽ ഏറ്റവും വിവാദമായിട്ടുള്ള 40ാമത്തെ സെക്ഷനാണ്, വഖഫ് നിയമത്തിലെ 40ാമത്തെ സെക്ഷൻ. അത് അതേപടി ഇല്ലാതാക്കുകയാണ്. ഇക്കാര്യത്തിൽ ഈ മുനമ്പത്തിലേക്കൊക്കെ വരുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റായി മാറുന്നുമുണ്ട്. അതുമാത്രമല്ല, വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് ശേഷം പലയിടത്തു നിന്നും, രാജ്യത്തിന്റെ പലയിടത്തു നിന്നും ഇത്തരത്തിലുള്ള ഈ വഖഫ് ഭൂമിയാക്കി സ്വകാര്യ സ്വത്തുകളും സർക്കാർ സ്വത്തുകളും മാറ്റിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നതാണല്ലോ. അപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ 40ാമത്തെ സെക്ഷനാണ്. ദ വഖഫ് ബോർഡ് മേ ഇറ്റ്സെൽഫ് കളക്ട് ഇൻഫർമേഷൻ റിഗാർഡിംഗ് എനി പ്രോപ്പർട്ടി വിച്ച് ഇറ്റ് ഹാസ് റീസൺ ടു ബിലീവ് ടു ബി Waqf property, and if any question arises whether a particular property is Waqf property or not, or whether a Waqf is a Sunni Waqf or a Shia Waqf, it may, after making such inquiry as it may be deemed fit, decide the question. അതായത് മറ്റാരോടും ഇക്കാര്യത്തിൽ അഭിപ്രായം ചോദിക്കേണ്ട, ഇതിൽ വഖഫ് ബോർഡിന് തന്നെ ഒരു ഭൂമി വഖഫാണ് എന്ന് റീസൺ ടു ബിലീവ്, വിശ്വസനീയമായ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഭൂമി ഏറ്റെടുക്കാം എന്നുള്ളതാണ്. ഏറെ വിവാദമായ ഈ സെക്ഷനാണ്. അത് അതേപടി മാറ്റുക എന്ന് പറയുമ്പോൾ അത് ഒട്ടേറെ പേർക്ക് ആശ്വാസം പകരുന്ന ഒന്നുകൂടിയാണല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യവസ്ഥ അത് ഒഴിവാക്കുന്നതിനെ നിങ്ങൾ തള്ളിപ്പറയുന്നത്?
അല്ല, ഇതിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12-ാം നൂറ്റാണ്ട് തൊട്ട് വഖഫുമായി ബന്ധപ്പെട്ട ക്രയവിക്രയം നടക്കുന്നുണ്ട്. 12-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 900 വർഷങ്ങൾക്കൊക്കെ മുമ്പ്. അന്നൊന്നും ഇത്രത്തോളം എഴുതി തയ്യാറാക്കിയ ഡോക്യുമെൻറ്റുകളൊന്നുമില്ല. ആളുകൾ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ഭൂമി സംഭാവന ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് എന്തൊക്കെയാണ് വഖഫ് എന്നുള്ളത് ആ വഖഫായിട്ട് തന്നെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വഖഫിന് പറഞ്ഞിട്ടുള്ള വാക്കാൽ പറയുന്നത് പോലും വഖഫാണെന്നുള്ള രീതിയിലൊക്കെ അതങ്ങനെ തന്നെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഡോക്യുമെന്റേഷനൊക്കെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അത് നാളുകളിലായാലും അത്തരം തർക്കങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നല്ലതുമാണ്. പക്ഷേ ഇവിടെ ഒരു വഖഫ് ബോർഡ് ഇത് ഭൂമി വഖഫിൻ്റെ ആണ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ആർക്കും എൻകറേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊന്നും നമ്മളുടെ ആരുടെയും പോകുന്നുമില്ലല്ലോ. ഇവിടെ തർക്കങ്ങൾ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ഭൂമിയിലാണ് വഖഫ് ബോർഡിന് എഴുതി കിട്ടിയ ഡോക്യുമെന്റ്, അങ്ങനെ പല കാര്യങ്ങളും നിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മുനമ്പം നമ്മളിപ്പോൾ ഈ വഖഫ് അമെൻമെന്റ് ബില്ല് കേരളത്തിൽ ചർച്ച ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം മുനമ്പമാണ്. മുനമ്പത്തെ വിഷയം എന്താ? അത് വഖഫ് ചെയ്തിട്ടുള്ളൊരു ഭൂമിയാണ്. പക്ഷേ അതിൽ വഖഫ് ആണോ ആ ഡീഡ് ഗിഫ്റ്റ് ഡീഡാണ് എന്നാണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പ്രഖ്യാപിത നിലപാട്. പക്ഷേ ചില ഒറ്റപ്പെട്ട വ്യക്തികൾ, ചില ഒറ്റപ്പെട്ട ആളുകളൊക്കെ അതല്ല വഖഫാണെന്ന് പറയുന്നു. പക്ഷേ കേരളത്തിലെ എല്ലാ പ്രഖ്യാപിത മുസ്ലിം സംഘടനകളും, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അത് വഖഫ് അല്ല, ഗിഫ്റ്റ് ഡീഡാണ്, മുൻപത്തെ ആളുകൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്, അത് അവർക്ക് ഉറപ്പ് കൊടുക്കണം. നിലപാടെടുത്തതാണ്. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ കൂടിയും അവരെ കുടിയൊഴിപ്പിക്കരുതെന്ന്. പക്ഷേ അതൊരു നിയമത്തിന്റെ പരിധിയിലേക്ക് വരികയാണെങ്കിൽ അത് കുറച്ചുകൂടി ശക്തമാവുകയാണല്ലോ. നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് ആ ഒരു നിയമത്തിന്റെ പരിരക്ഷ അവർക്ക് കിട്ടുന്നില്ല. അതിന് പകരമായിട്ട് ചില ഭേദഗതികൾ വരുമ്പോൾ അവരുടെ ആശങ്ക അകലുകയാണ്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ആ നിയമം കുറച്ചുകൂടി ശക്തമായാൽ ആ പരിരക്ഷ അവർക്ക് കിട്ടുമല്ലോ. അത് ഉറപ്പാക്കി കൊടുക്കുന്നതിൽ എന്താണ് കുഴപ്പം? അതാണ് ഞാൻ ചോദിച്ചത്. BJP കൊണ്ടുവരുന്നു എന്നതുകൊണ്ട് മാത്രമുള്ള എതിർപ്പല്ലേ ശ്രീ ജിൻഡോ? അതായത് വിശ്വസിക്കാൻ പറ്റില്ല, മുസ്ലിങ്ങൾക്കെതിരായുള്ള ഒരു നീക്കമായിട്ട് തന്നെ ഇതിനെ കാണണം, അതുകൊണ്ട് മാത്രമല്ലേ കോൺഗ്രസിന്റെ ഈ എതിർപ്പ് വരുന്നത്? അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇതിൽ നമ്മൾ ഇതിനൊരു പൊളിറ്റിക്കലായിട്ട് കാണാൻ തന്നെ ആലോചിച്ചോളൂ. അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ BJP കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ഈ അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഈ ബില്ലിൽ മുനമ്പത്തെ വിഷയം അഡ്രസ്സ് ചെയ്യുന്ന ഏത് സജഷനാണുള്ളത്? മുനമ്പത്തെ വിഷയം അഡ്രസ്സ് ചെയ്യുന്ന എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇപ്പോൾ തന്നെ JPC പാസ്സാക്കി പാർലമെന്റിലേക്ക് വെക്കാൻ പോകുന്ന ഈ കണ്ടീഷൻസിലൊക്കെ എന്താ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളിലൊക്കെ മുൻകാല പ്രാബല്യത്തോടെ അല്ല ഇത് പാസ്സാക്കാൻ പോകുന്നതെന്നാണ്. മുൻകാല പ്രാബല്യത്തോടെ അല്ല എന്ന് പറഞ്ഞാൽ നിലവിൽ വഖഫ് ബോർഡിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വിഷയങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തും. ഇനി അങ്ങോട്ട് ക്ലെയിം ചെയ്യുന്നതിലാണ് ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ആപ്ലിക്കബിൾ ആകും എന്ന് പറഞ്ഞാൽ മുനമ്പത്തെ വിഷയങ്ങളെ BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ, സംഘപരിവാർ സംഘടനകൾ ചതിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോൾ മുനമ്പത്തെ വിഷയം അഡ്രസ്സ് ചെയ്യുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു നിർദ്ദേശം പോലും, അത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഒരു നിർദ്ദേശം പോലും പ്രധാനപ്പെട്ട പോയിന്റാണ്. ജിൻഡോ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഫാദർ ജോഷി മയ്യാറ്റിൽ ഫാദർ ജോഷി മയ്യാറ്റിൽ മുനമ്പം സമര സമിതിയുമായിട്ട് ഒരുപാട് ചേർന്ന് പ്രവർത്തിക്കുന്നയാളാണ്. ഫാദർ ജോഷി മയ്യാറ്റിൽ അതൊരു പോയിന്റ് ആണല്ലോ. ഇതിൽ ഒരിടത്തും ഇത് മുൻകാല പ്രാബല്യം എന്നുള്ളത് അത് ചട്ടങ്ങൾ രൂപീകരിക്കുന്ന സമയത്തായിരിക്കുമല്ലോ അതിലൊരു തീരുമാനം വരിക. പക്ഷേ അതില്ല എങ്കിൽ, അങ്ങനെ ഒരു മുൻകാല പ്രാബല്യം ഇല്ല എങ്കിൽ ഈ ഭേദഗതി കൊണ്ട് എന്ത് പ്രയോജനം എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് കേട്ടോ. മഞ്ജുഷേ, അത് മുനമ്പക്കാരുടെ അനുഭവം അത് തന്നെയാണല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മുനമ്പത്തെ ജനത്തെ. കോൺഗ്രസ് ചതിച്ചു, മുസ്ലിം ലീഗ് ചതിച്ചു, CPM ചതിച്ചു, ഇപ്പോ ഒരുപക്ഷെ BJPയും ചതിക്കുന്നു എന്നൊരു തോന്നല് മുനമ്പക്കാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മുനമ്പത്തെ ജനത്തിന്റെ പ്രശ്നം ആത്മാർത്ഥമായി അഡ്രസ് ചെയ്യാൻ ഇവരാരും തയ്യാറല്ല. കാരണം അതൊരു 1000-600 വീട്ടുകാരുടെ ഒരു വിഷയമാണ്. പക്ഷെ ഇവർക്കൊക്കെ വേണ്ടത് വലിയ സംഘടിതമായ വോട്ട് ശക്തി കൂടെ നിൽക്കണം എന്നതാണ്. ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ JPC ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നു. ഓഗസ്റ്റ് 8-ാം തീയതിയാണ് പാർലമെന്റിൽ ഈ ഭേദഗതി ബില്ല് കൊണ്ടുവന്നതെന്ന് ഓർക്കണം. ഏതാണ്ട് 6 മാസമായി. മഞ്ജുഷ് എപ്പോഴെങ്കിലും കേട്ടോ ഇവിടെ കോൺഗ്രസ് പാർട്ടിയോ മുസ്ലിം ലീഗോ CPM-ഓ CPI-യോ മറ്റേതെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയോ ഭേദഗതി എന്ന വിഷയം ഗൗരവമായൊരു ചർച്ചയ്ക്ക് ഇവര് എടുത്തോ? ഭേദഗതി ഇപ്പൊ പറഞ്ഞല്ലോ, ജിൻഡോ ഇവിടെ പറഞ്ഞല്ലോ, ഭേദഗതി ഓരോ കാലത്തും വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഭേദഗതി വേണമെന്ന് ജിൻഡോ പറയുന്നു,
ഭേദഗതി വേണമെന്ന് ഫ്രാൻസിസ് ജോർജ് പറയുന്നു. ഭേദഗതി വേണമെന്ന് കോട്ടയത്ത് ഒരു മീറ്റിംഗിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി മുഹമ്മദ് ഷാ പറയുന്നു. ഇങ്ങനെ തരം നോക്കി പറയാം എന്നല്ലാതെ ഗൗരവമായി ഒരു രാഷ്ട്രീയ ചർച്ച നടക്കേണ്ട ഒരു അജണ്ടയായി അവർ ഈ വിഷയത്തെ എടുത്തോ? ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൻ 40 അതിനെ ആ രീതിയിൽ തന്നെ ഒഴിവാക്കിയത് അത് ഗുണമോ ദോഷമോ? അതിനെ അങ്ങനെ അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് എന്തായാലും ജിൻഡോ സമ്മതിച്ചിട്ടില്ല. മുസ്തഫ മുണ്ടുപാറയും അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് കരുതുന്നില്ല. താങ്കളുടെ ഒരു നിലപാട് എങ്ങനെയാണ്? സെക്ഷൻ 40 അതാണ് ഏറെ വിവാദമായത്. ഏതൊഴിവാക്കിയ കാര്യം? സെക്ഷൻ 40 ഞാൻ നേരത്തെ ഇവിടെ വായിച്ചത്. സെക്ഷൻ 40 ഒഴിവാക്കുക എന്നുള്ളത് വളരെ വളരെയേറെ അത്യാവശ്യമായിരുന്നില്ലേ? സെക്ഷൻ അതായത് ഈ ഭേദഗതി ബില്ലോ പോട്ടെ, അത് പഠിക്കേണ്ട നിങ്ങൾ. ഭേദഗതി ബില്ല് മാറ്റിവെക്ക്. വഖഫ് ആക്ട് എടുത്ത് പഠിക്കാമല്ലോ. വഖഫ് ആക്ട് എടുത്ത് പഠിച്ചിട്ട് ഇതിൽ എവിടെയൊക്കെയാണ് പ്രശ്നമുള്ളത് ഒരു എക്സാമ്പിൾ, കൃത്യമായിട്ടൊരു എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട്. മുനമ്പത്തെ ഈ പ്രശ്നമുണ്ടായത് എങ്ങനെയാണ്? വഖഫ് നിയമത്തിലെ ഏതു നിയമങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെട്ടു? ഇതൊന്ന് ഗൗരവമായിട്ട് പഠിക്കണ്ടേ? ഞാൻ പറയുന്നത് ഇവർ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും തയ്യാറായില്ല 6 മാസമായിട്ട്. എന്നിട്ട് ഇപ്പൊ JPCയിൽ അതില്ല, JPCയിൽ ഇതില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കുറച്ചു നാൾ മുമ്പ് ഇവര് ഇതൊന്നും പഠിക്കാതെ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കുകയാണ്. മനുഷ്യൻ ജനത്തെ മുഴുവൻ ഇവര് വിഡ്ഢികളാക്കിയാണ്. ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം മുനമ്പം അവിടെ വേദിയിൽ വന്നിട്ട് പറഞ്ഞു തോർക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞ 2 കാര്യമാണ്, ശരിയല്ലേ? ആ 2 കാര്യം പിന്നീടും അദ്ദേഹം വിവരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം ആർട്ടിക്കിൾ 40 ആന്നേ. അദ്ദേഹം തെളിച്ച് നമ്പർ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ആർട്ടിക്കിൾ 40 ആണ്. രണ്ടാമത്തെ കാര്യം എന്താ? ആർട്ടിക്കിൾ 83 ആണ്. അപ്പോൾ ഭേദഗതി വരുത്തേണ്ട സെക്ഷൻസ് ഏതൊക്കെ എന്ന് പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. ഇനി ഫ്രാൻസിസ് ജോർജ് ചെയ്തൊരു കാര്യം മനസ്സിലായോ? അദ്ദേഹം ഭേദഗതി ബില്ല് വായിച്ചിട്ടില്ല എന്നും എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം പറഞ്ഞ എന്താ? ഈ 2 കാര്യങ്ങൾ, ഒന്ന് വഖഫ് ബോർഡിന് ഇതുപോലുള്ള അമിതമായ അധികാരം ഒറ്റയടിക്ക് അങ്ങോട്ട് പറയുന്നു, അതങ്ങോട്ട് തീരുമാനിക്കുന്നു, അതങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുന്നു. ഇതുപോലുള്ള അമിത അധികാരം ശരിയല്ല എന്നും അതിൽ ഭേദഗതി വേണമെന്നും താൻ നിർദ്ദേശിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? അദ്ദേഹം വഖഫ് നിയമ ഭേദഗതി ബിൽ വായിച്ചിട്ടില്ല എന്നാണ്. കാരണം അവിടെ ഓൾറെഡി ഈ സെക്ഷൻ ഭേദഗതിക്ക് വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത് വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ നിർദ്ദേശിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി സെക്ഷൻ 83 അദ്ദേഹം പറയുന്നു വഖഫ് ട്രൈബ്യൂണല് അതിൽ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതിയിൽ അപ്പീല് പോകാൻ കഴിയില്ല. അത് കൃത്യമാണ്. അത് അവിടെ 83 കൃത്യം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പീല് പോകാൻ കഴിയില്ല. പിന്നെ ആപ്പാട് ചെയ്യാൻ പറ്റുന്നത് എന്താ? ആപ്ലിക്കേഷൻ എന്നാണ്. ആപ്ലിക്കേഷൻ അതെന്തൊരു സാധനമാണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. കാരണം സാധാരണ നമുക്കുള്ള ടെക്നിക്കൽ ടേംസ് നമുക്ക് അറിയാമല്ലോ ഏതൊക്കെയാണെന്ന്. അപ്പീലുണ്ട്, റിവ്യൂ ഉണ്ട്, റിവിഷൻ ഉണ്ട്. ഇതൊക്കെയാണ് ടേംസ്. ഇത് മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കൃത്യമായി പഴുതുകൾ ഇട്ട് ബോധപൂർവം നിർമ്മിച്ചിരിക്കുന്ന നിയമങ്ങളാണ്. അപ്പോ 83 ഓൾറെഡി 83 ക്ലോസ് ആയിട്ട് വരുന്ന നോ അപ്പീൽ ഷാൽ ലൈ അഗെയിൻസ്റ്റ് എനി ഡിസിഷൻ ഓർ ഓർഡർ വെദർ ഇന്ററിം ഓർ അതർവൈസ് ഗിവൺ ഓർ മേഡ് ബൈ ദ ട്രിബ്യൂണൽ. അതും എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതും ഓൾറെഡി എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഭേദഗതി ബില്ലിൽ ഉണ്ടെന്ന് പോലും തിരിച്ചറിയാതെയാണ് ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികൾ, ഈ പറയുന്ന രാഷ്ട്രീയക്കാർ, ഈ പറയുന്ന UDFും LDFും ഒക്കെ നിലപാടെടുക്കുന്നതെന്നുള്ളതിന് തികഞ്ഞ വ്യക്തമായ തെളിവാണ് ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വളരെ പ്രത്യേകിച്ച് ഞാൻ പറയും, വഖഫല്ല. ഇപ്പൊ ജിൻഡോ പറഞ്ഞല്ലോ വഖഫല്ല എന്ന് UDF മുഴുവൻ പറയുന്നു എന്ന്. ജിൻഡോ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനുള്ളതാണ് കേട്ടോ, സൂക്ഷിക്കണം. കാരണം വഖഫല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ മാത്രമാണ്.
ശ്രീ വി ടി സതീശനാ പറഞ്ഞിട്ടുള്ളത്. ഈ മുസ്ലിം ലീഗിൽ നിന്ന് ആരാണ് ഇത് വഖഫല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? ആരാണ് വഖഫല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? അവരെ കുടിയൊഴിപ്പിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വഖഫ് അല്ല എന്നുള്ള ഒരു നിലപാടെടുക്കുവാനായിട്ട് അവർക്കും സാധിച്ചിട്ടില്ല, പരസ്യമായൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പണിക്കർ, ഇവിടെ എന്തായാലും JPC കടന്നു. JPCയിൽ അതേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. കാരണം അവിടെ ഭരണപക്ഷ അംഗങ്ങൾക്കാണ് പ്രാതിനിധ്യം കൂടുതൽ. അതുകൊണ്ട് തന്നെ അവിടെ വോട്ടിനിടേണ്ട സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും ഭരണപക്ഷം കൊണ്ടുവരുന്ന ഭേദഗതികൾ അംഗീകരിക്കുകയും പ്രതിപക്ഷ അംഗങ്ങൾ കൊണ്ടുവരുന്ന ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളുകയും ചെയ്യുന്നതാണ്. അങ്ങനെ തള്ളുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി ബിൽ കൂടുതൽ ചർച്ചയാകുമ്പോൾ ഇതിലെ പല ഭാഗങ്ങളും അത് തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിൽ ആയിപ്പോകുന്നില്ലേ പ്രതിപക്ഷത്തിന്? അതാണല്ലോ ഫ്രാൻസിസ് ജോർജിന്റെ ഒരു ഉദാഹരണം അവിടെ വന്നത്. അദ്ദേഹത്തിന് പോലും സമ്മതിക്കേണ്ടി വന്നു ഈ ഭേദഗതി ബില്ലിൽ ചർച്ച നടക്കുമ്പോൾ ആ ബില്ലിനെ അനുകൂലിച്ച് സംസാരിക്കേണ്ടി വരുമെന്ന്. നിശ്ചയമായും. കാരണം രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ ബില്ലിന്റെ ഇംപ്ലിമെന്റേഷനെ, അത് പാസ്സാക്കി എടുക്കുന്നതിനെയൊക്കെ തന്നെ എതിർത്താലും വ്യക്തിപരമായിട്ട് ഓരോ ആൾക്കാർക്കും, എതിർക്കുന്ന ആൾക്കാർക്ക് ഈ നിയമം എത്രത്തോളം ദോഷം ചെയ്യുന്നതാണ് പൊതുസമൂഹത്തിന്, ഇവിടെ തുല്യതയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം എങ്ങനെയാണ്, മതേതരമായിട്ടുള്ള ഒരു ജീവിതം ഇത് അസാധ്യമാക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരുടെയും നമ്മളുടെ ഒരു പബ്ലിക് അക്കൗണ്ടബിലിറ്റിയുടെ തോത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഇപ്പോൾ പ്രതികരിക്കും, കുറേ ആൾക്കാരൊക്കെ തന്നെ പിന്നീട് പ്രതികരിക്കും. ഇനി അതിന് കഴിയാത്ത ആൾക്കാർ ഇതിനെ ന്യായീകരിക്കുമെങ്കിലും സ്വന്തമായിട്ട് അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈ നിയമ ഭേദഗതി ഉണ്ടാകേണ്ടത് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ഇതിനോടകം കോൺഗ്രസ് പ്രതിനിധി ശ്രീ ജിൻഡോ ജോൺ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് മുനമ്പത്തെ വിഷയം അഡ്രസ്സ് ചെയ്യാൻ പോവുക, റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ലല്ലോ എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പാർലമെന്റിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ JPCയിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ശ്രീ ജിൻഡോ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിൽ റെട്രോസ്പെക്റ്റീവ് അല്ലാത്തത് എവിടെയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മുടെ വഖഫ് പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു വഖഫ് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ ഈ നിയമത്തിന് റെട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസ്സുകാരൻ തന്നെയായിട്ടുള്ള ശ്രീ ജിൻഡോ ജോണിന്റെ പാർട്ടിയിൽ തന്നെയുള്ള സഹരൻപൂരിൽ നിന്നുള്ള MP ആയിട്ടുള്ള ഇമ്രാൻ മസൂദാണ് അതിനെ ചലഞ്ച് ചെയ്തിട്ട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള 90% വഖഫ് ഭൂമിയും രജിസ്റ്റേർഡ് അല്ല എന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന 10% വഖഫ് ഭൂമിയിലേക്ക് റെട്രോസ്പെക്റ്റീവായിട്ട് ഇത് ബാധകമാവില്ല എന്നും മറ്റ് 90% ഭൂമിയിലും ഇത് റെട്രോസ്പെക്റ്റീവായിട്ട് ബാധകമാകുമെന്നുമാണ് നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതിന്റെ റൂൾസ് ഫോർമുലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകേണ്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മുനമ്പത്തെ മാത്രം വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, മുനമ്പത്തുള്ള ആൾക്കാർ ഫറൂഖ് കോളേജിൽ നിന്ന് പണം കൊടുത്തത് വാങ്ങിയതാണ്. അതെ, എനിക്ക് അതിനകത്തൊരു സംശയം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ലെങ്കിൽ പോലും ഇതിലൊരു തർക്കം വന്നു കഴിഞ്ഞാൽ ഈ ഭേദഗതി വരുമ്പോൾ അത് പ്രകാരം ഇടപെടാൻ കഴിയുമില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ജില്ലാ കളക്ടർ അല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ നിയോഗിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് സർവേ ചെയ്ത് അത് വഖഫാണോ അല്ലയോ എന്ന് കണ്ടെത്തി റിപ്പോർട്ട് നൽകുവാൻ കഴിയും. അതല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്? പക്ഷേ ആ 10% പറ്റില്ല, കാരണം അത് രജിസ്ട്രേഡ് ആണ്. അവിടെ പിന്നെ ഒരു റീതിങ്കിങ് പറ്റില്ല, റെട്രോസ്പെക്റ്റീവ് ആവുകയില്ല, അല്ലേ? അതെ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് നിശ്ചയമായും അങ്ങനെ തന്നെ പ്രവർത്തിക്കാനും പാടുള്ളൂ. കാരണം മുനമ്പത്തെ കേസിൽ നമുക്കറിയാം, ഫറൂഖ് കോളേജിൽ നിന്ന് പണം കൊടുത്ത് ഈ സ്ഥലം വാങ്ങിയിരിക്കുന്ന ആൾക്കാരാണ്. ഈ അടുത്ത സമയം വരെയും അവരവിടുത്തെ കരമടച്ചുകൊണ്ട് വന്നിരുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതിനെ പറ്റി നമുക്കറിയാം. അങ്ങനെയാണ് എങ്കിൽ നിലവിൽ മനസ്സിലാക്കിയിരിക്കുന്ന പരിമിതമായിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് അവിടെ റെട്രോസ്പെക്റ്റീവായിട്ട് ഇത് ബാധകമാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് ഇവിടെ പറയുന്നത് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് ഇവിടെ പറയുന്നത് ഒരേ സമയം ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിലപാടാണ്. മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കണം, പക്ഷേ ഈ അമെൻമെന്റ് പാടില്ല. അതെങ്ങനെ ശരിയാകും? ഈ അമെൻമെന്റ് ഉണ്ടാകണം, ഇത്തരത്തിലുള്ള പല നിയമങ്ങളും പരിഷ്കരിക്കപ്പെടണം. ആ പരിഷ്കരണമൊക്കെ തന്നെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇവിടെ വന്നല്ലോ. പക്ഷേ ആ പരിഷ്കരണം വന്നപ്പോൾ, ഈ നിയമത്തിൽ അമെൻമെന്റ് വന്നപ്പോൾ, ആ നിയമത്തിന് കൂടുതൽ പല്ലും നഖവും വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പല ക്ലോസുകളെയും പരിഷ്കരിച്ചുകൊണ്ട് ഒരു മുസ്ലിമിന് സ്വന്തം പ്രോപ്പർട്ടി ഇങ്ങനെ വഖഫാക്കാമെന്ന് പറഞ്ഞെടുത്ത് നിന്ന് ആ ക്ലോസിനെ എടുത്തു മാറ്റി പരിഷ്കരിച്ച് ഇഫ് യു ഹാവ് എ റീസൺ ടു ബിലീവ് എന്ന രീതിയിലത്തേക്ക് ഇതിനെ മാറ്റി, ഇതിന്റെ ചിട്ടവട്ടങ്ങളിലെല്ലാം തന്നെ അവർ തന്നെ അവരുടെ കാര്യത്തിൽ സിറ്റ് ഇൻ ജഡ്ജ്മെന്റ് എന്ന രീതിയിലത്തേക്ക് പ്രവർത്തിക്കുന്ന രീതിയിലത്തേക്ക് 1995-ലും പിന്നീട് 2013 കാലഘട്ടത്തിലുമൊക്കെ തന്നെ കൂടുതലായിട്ട് അമെൻമെന്റുകൾ കൊണ്ടുവന്ന് ഈ നിയമത്തിനെ കൂടുതൽ ജനവിരുദ്ധമാക്കി മാറ്റിയ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ ഇസ്ലാം എന്നുള്ള വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. 5 വർഷമെങ്കിലും ഇസ്ലാം മതവിശ്വാസിയായിരിക്കുന്ന ആൾക്കെ വഖഫ് ചെയ്യുവാൻ പറ്റുകയുള്ളൂ എന്ന്. അതിലൂടെ വേണ്ടത്
അതിനോട് അല്ല, എതിർപ്പ് അങ്ങനെ വന്നിട്ടുണ്ട്. തന്നെയാണ് അത് വേണ്ടത്. ഉം. അല്ല, നേരത്തെ ഈ നിയമത്തിൽ ഒരു പ്രാക്ടീസിങ് ഇസ്ലാമിന് പ്രാക്ടീസിങ് മുസ്ലിമിന് അയാളുടെ സ്വത്ത് കൊടുക്കാമെന്നുള്ളതായിരുന്നെങ്കിൽ പിന്നീട് അതിൽ വന്നിരിക്കുന്ന ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ഉറപ്പില്ലാത്ത ഭൂമി, വാക്കാൽ കേട്ടിരിക്കുന്ന ഭൂമി, ഈ ഭൂമിയെ എല്ലാം തന്നെ നിങ്ങൾക്ക് വഖഫ് ചെയ്യാമെന്നും ഇഫ് യു ഹാവ് എ റീസൺ ടു ബിലീവ് ദാറ്റ് സം പ്രോപ്പർട്ടി ഈസ് എ വഖഫ് പ്രോപ്പർട്ടി, നിങ്ങൾക്ക് അതിനെ വഖഫാക്കി മാറ്റാമെന്നും അതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള എതിർപ്പുണ്ടെങ്കിൽ അത് വഖഫ് ട്രിബ്യൂണലിലാണ് വരേണ്ടത് എന്നും ആ വഖഫ് ട്രിബ്യൂണലിൽ തന്നെ ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള ഒരാൾ ഉണ്ടായിരിക്കണമെന്നും ഈ വഖഫിന്റെ സ്ട്രക്ചറിൽ വരുന്ന ആൾക്കാരെല്ലാവരും പബ്ലിക് സെർവൻ്റ് ആയിരിക്കണമെന്നും അവർക്കെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ കഴിയില്ല എന്നും കളക്ടർക്ക് വേണ്ടുന്ന നിർദ്ദേശം കൊടുക്കാനായിട്ട് ഇവർക്ക് കഴിയുമെന്നും ഇവരൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മറ്റുള്ള നിയമങ്ങളുടെ മുകളിൽ ഈ നിയമം ഓവർ റൈഡിങ് ഇഫക്റ്റോടുകൂടി വരുമെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ രീതിയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ തീരുമാനിക്കാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 40 എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ അതിന്റെ വിധി കൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ഇരിക്കാം. യു ക്യാൻ സിറ്റ് ഇൻ യുവർ ഓൺ ജഡ്ജ്മെന്റ് എന്ന രീതിയിലത്തേക്ക് ഒട്ടും നീതിയുക്തമല്ലാത്ത രീതിയിലത്തേക്കുള്ള പ്രൊവിഷനുകളൊക്കെ തന്നെ ഇവിടെ കൊണ്ടുവരികയാണ്. എന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബാർ ഓഫ് സിവിൽ കോർട്ട് ഇതിനെ അപ്പീൽ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ പറയുമ്പോൾ ഇതുകൊണ്ട് ആർക്കാണ് ഗുണമുണ്ടാകുന്നത് ദോഷമുണ്ടാകുന്നത് എന്നതിനെ പറ്റി മനസ്സിലാക്കണം. 2, ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, ഇപ്പോൾ 2 ഉദാഹരണമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രയാഗ്രാജിൽ. അപ്പോൾ അവിടെ നമ്മൾ കേട്ടതാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിൻ്റെ ഒരു ക്ലെയിം നമ്മൾ കണ്ടു. അവിടെ കുംഭമേള നടക്കുന്നത് ആരുടെ ഭൂമിയിലാണെന്ന്, വഖഫ് ഭൂമിയിലാണെന്ന്. അതെങ്ങനെ സാധിക്കും? എത്രയോ നൂറ്റാണ്ടുകളായി നമുക്കൊരു പക്ഷേ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിനേക്കാൾ പിന്നിലായിട്ട് അവിടെ കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കുംഭമേളയിൽ ഒരുപക്ഷെ ഇസ്ലാം ആവിർഭവിക്കുന്നതിനും എത്രയോ മുമ്പുണ്ടായിരുന്ന ഭൂമി വഖഫ് ഭൂമി ആയി മാറുന്നത് എങ്ങനെ? തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂരിലുള്ള ഒരു ക്ഷേത്രത്തിനെ പറ്റി നമുക്കറിയാം. 1600 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം എങ്ങനെയാണ് അത്രയും പഴക്കമില്ലാത്ത ഇസ്ലാമിക വിശ്വാസപ്രകാരമുള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ഭൂമിയായി മാറുന്നത് എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും ജനവിരുദ്ധവുമായിട്ടുള്ള കുറേയധികം ക്ലോസ് ഇതിനകത്തിൽ ഉണ്ടായിരുന്നു. മുസ്തഫ മുണ്ടുപാറ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്, അതിനുള്ള മറുപടി കൂടി ശ്രീജിത്ത് പണിക്കർ, ഈ കളക്ടറെ നിയോഗിക്കുക എന്നുള്ളതായിരുന്നു ഈ പറയുന്ന ഈ ഭേദഗതി ബില്ലിൽ വന്നത്. അതിനേക്കാൾ കടന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ JPCയിൽ അങ്ങനെയാണല്ലോ വന്നത്, അതിന്റെ ഭേദഗതി വന്നത്. അതിനെയും അപാകത എന്ന രീതിയിലാണ് മുസ്തഫ കാണുന്നത്. ഇവിടെ മുമ്പും ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, മുമ്പ് സർവേയിങ് ഉണ്ടായിരുന്നില്ലേ? മുമ്പ് സർവേയിങ് ഓഫീസർമാരുണ്ടായിരുന്നു. അവർ ഇതേപോലെ തന്നെ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരായിരുന്നു. അവർക്കും പബ്ലിക് സർവന്റ് എന്ന രീതിയിലത്തേക്കുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അവർക്കെതിരെയും നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അവരായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അതിൽ നിന്ന് ഭേദഗതി കൊണ്ടുവന്നതിന് ശേഷം അത് കളക്ടറുടെ കീഴിലാക്കാൻ തീരുമാനിക്കുന്നു. അവസാനം അത് വന്നിരിക്കുന്നത് പോലെ ഒരു സെൻട്രൽ പോളിസി ആയിട്ടല്ല, സംസ്ഥാനത്തിന് തീരുമാനിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും BJP ഭരിക്കണമെന്നില്ലല്ലോ. ശരിയാണ് ശ്രീ മുസ്തഫ മുണ്ടുപാറ, എല്ലാ സംസ്ഥാനങ്ങളും BJP ഭരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെയൊക്കെ എതിർക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം നിങ്ങൾ എതിർക്കുന്നത് അമുസ്ലിമായിട്ടുള്ള ആളുകൾ വരുന്നു. മഞ്ജുഷ്, ഞാൻ ഒരു കാര്യം ചോദിക്കാം. അതായത് ഈ നിയമം പരിഷ്കരിക്കപ്പെടണമെന്ന അഭിപ്രായമുള്ള ആൾക്കാർ, അതിപ്പോൾ ശ്രീ ജിൻഡോ ആയിക്കോട്ടെ ശ്രീ മുസ്തഫ ആയിക്കോട്ടെ, ഇതിൽ എന്താണ് പരിഷ്കരിക്കുക എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാമോ? മുനമ്പത്തെ പ്രശ്നം എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നൊന്ന് പറയാമോ? ഇതിൽ ഏതൊക്കെ പരിഷ്കരണമായിരുന്നു വേണ്ടിയിരുന്നത് എന്നൊന്ന് പറയാമോ? പറയില്ല. അതിന് ക്ലാരിറ്റി ഉണ്ടാവില്ല. കാരണം ഇത് ആൾക്കാർക്ക് പ്രശ്നമില്ലാത്ത രീതിയിലത്തേക്ക് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നിയമം തന്നെ ഇല്ലാതെയാകണം. BJP ആ ലെവലിലേക്ക് പോയില്ല എന്നുള്ളതിൽ എനിക്ക് വിമർശനമുണ്ട്. നിങ്ങൾക്ക് മതപരമായ വിശ്വാസമുള്ള നിങ്ങളുടെ സ്വന്തം ഭൂമി, രേഖയുള്ള ഭൂമി നിങ്ങൾ വഖഫാക്കുക. പയസായിട്ടുള്ള പർപ്പസിനോ റിലീജിയസ് പർപ്പസിനോ ചാരിറ്റബിൾ പർപ്പസിനോ ഉപയോഗിക്കുന്നതിന് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ മറ്റുള്ള ആൾക്കാരുടെ ഭൂമിയെ ഇങ്ങനെ അമിത സ്വാതന്ത്ര്യത്തോടു കൂടി അതിനെ കൂടി പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അതിൽ മറ്റുള്ള ആൾക്കാർക്ക് ദുരിതമുണ്ടാക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ജിൻഡോ പറഞ്ഞ കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചിരുന്നു ശ്രീജിത്ത് പണിക്കർ. കാരണം അതിൽ ക്ലാരിറ്റി വന്നിട്ടില്ല എന്ന്. അതിനുള്ള മറുപടി ജിൻഡോ. അല്ല, ഇതിലിപ്പോൾ ഞാനൊരു ക്രൈസ്തവനാണ്. എനിക്കിപ്പോൾ എൻ്റെ പ്രദേശത്തെ ഒരു ജമാഅത്തിന് എനിക്ക് എൻ്റെ ഒരു 5 സെൻറ്റ് ഭൂമി സംഭാവന ചെയ്യാൻ തോന്നിയാൽ എനിക്കത് സംഭാവന ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്ര കമ്മിറ്റിക്ക് അവരുടെ ഒരു ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു 10 സെൻറ്റ് ഭൂമി സംഭാവന ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ 5 വർഷക്കാലം വിശ്വസിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്ത് നിയമമാണ്? വഖഫ് ബോർഡിന് കീഴിലാക്കാൻ പറ്റില്ല എന്നേ എഴുതി കൊടുക്കാമല്ലോ. അല്ല, ഞാൻ കൊടുക്കുന്നത് അത് നമ്മുടെ നാട്ടിലെ സിവിൽ നിയമമാണ്. വഖഫിന് താങ്കൾ പറഞ്ഞത് താങ്കളുടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിനോ താങ്കളുടെ അടുത്തുള്ള ഒരു പള്ളിക്കോ കൊടുക്കുന്നു എന്നാണ്. വഖഫ് ബോർഡിന് കൊടുക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത്.
അല്ലേ? ക്ഷേത്രത്തിന് ഇപ്പോഴും എഴുതി കൊടുക്കാം, പള്ളിക്ക് ഇപ്പോഴും എഴുതി കൊടുക്കാം, ഒരു തടസ്സവുമില്ല. പറയട്ടെ. വഖഫ് ബോർഡിന് ഞാൻ പറയട്ടെ. വഖഫ് ചെയ്യുന്നതിനാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത്, ഞാൻ ജമാഅത്തിന് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പള്ളിക്ക് കൊടുക്കുകയാണെങ്കിൽ അമ്പലത്തിന് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ വഖഫ് ബോർഡിന് കൊടുത്തിട്ട് അവർക്ക് വഖഫ് ബോർഡിനല്ലല്ലോ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് വഖഫ് എന്നുള്ള രീതിയിൽ അത് മുസ്ലിം മതവിശ്വാസികൾ കൊടുക്കുന്നതാണ് വഖഫ്. മറ്റാളുകൾക്ക് ഏതെങ്കിലും ഒരു ട്രസ്റ്റിന് കൊടുക്കാം. അവരത് അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുന്നതിന് നമുക്ക് എങ്ങനെ നിയമമൂലം തടസ്സം തടുത്താൻ ചെയ്യാൻ പറ്റുക? ഇനി അത് ഞാനൊരു വിശ്വാസിയായിട്ട് മാത്രമേ ആ മതത്തിലുള്ള ആളുകൾക്ക് എൻ്റെ ഒരു സഹായം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അതിനപ്പുറത്ത് ഇതിന് ഇപ്പോൾ ഈ വരാപ്പുഴ തന്നെ, ഇപ്പോൾ നമ്മൾ മുൻപത്തെ വിഷയം പറയുന്നുണ്ട്, വരാപ്പുഴ തന്നെ സാധുജന പരിപാലന സംഘത്തിൻ്റെ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1969 സാധുജന പരിപാലന സംഘക്കാർ രജിസ്റ്റർ ചെയ്ത് മേടിച്ചിട്ടുള്ള ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തർക്കം നടക്കുന്നുണ്ട്. അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള തർക്കമായിട്ടുള്ള സാധുജന പരിപാലന സംഘത്തിലെ വരാപ്പുഴയിലെ സാധുജന പരിപാലന സംഘത്തിന്റെ തർക്കം. എന്റെ പ്രശ്നം അതല്ല, സ്ഥലമല്ല ഞാൻ ചോദിച്ചത്. ആ തർക്കം നടക്കുന്നത്, ലീഗൽ ഡിസ്പ്യൂട്ട് എവിടെയാണ് നടക്കുന്നത്? അല്ല സിവിൽ കോടതിയിലാണോ? അത് സിവിൽ കോടതിയിലാണ്. ഇതിന്റെ പ്രശ്നം സിവിൽ കോടതിയിൽ പോകാൻ പറ്റില്ലെന്നേ. അല്ല, ഞാൻ അതാണ് ശരിയായ സിവിൽ കോടതിയിലാണ്. അപ്പോ ഇതിനത് പറ്റില്ലായിരുന്നു. അല്ല, ഞാൻ പറയട്ടെ, ശ്രീജിത്ത്, ഞാൻ പറയട്ടെ. അതെ, പറയൂ. ജിൻഡോ പറഞ്ഞോളൂ. അല്ല, താങ്കളെ ആവേശം കൊള്ളല്ലേ, ഞാൻ പറയട്ടെ. പറയുന്നതിനിടയ്ക്ക് അങ്ങനെ സാധുജന പരിപാലന സംഘവും വരാപ്പുഴയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അല്ല, എന്ത് മര്യാദകേടാണ് ശ്രീജിത്തെ. താങ്കൾ ഒരു സീനിയർ ആയിട്ടുള്ള, ഒത്തിരി കാലമായിട്ട് ഈ പരിപാടി നടത്തുന്ന ആളല്ലേ. ഞാനൊന്ന് പറയട്ടെ, എൻ്റെ ഭാഗം പറയട്ടെ. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നില്ലേ? എന്നെയും എൻ്റെ പാർട്ടിയെയും വിമർശിപ്പോൾ കേട്ടിരുന്നില്ലേ? അപ്പോൾ ആ ഒരു മര്യാദ തിരിച്ചു കാണിക്കൂ. പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ് വരാപ്പുഴയിലെ തർക്കം പരിഹരിക്കപ്പെടാതെ പോകുന്നത്? അത് സിവിൽ കോടതിയിൽ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അത്ര എളുപ്പത്തിൽ സിവിൽ കോടതിയിൽ ഒരു തർക്കം പരിഹരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ വഖഫ് ട്രിബ്യൂണലിന്റെ മുമ്പിൽ വരുന്ന തർക്കം പരിഹരിക്കുന്നതിൽ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോകാനും പറ്റുന്നുണ്ട്. അപ്പോൾ വഖഫ് ട്രിബ്യൂണലിൽ നിന്ന് അത് സിവിൽ കോടതിയിലേക്ക് മാറുമ്പോൾ കാലവിളംബം കൂടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടല്ലോ. അതിലാർക്കെങ്കിലും തർക്കമുണ്ടോ? അപ്പോൾ അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം. ഇനി വഖഫ് ട്രിബ്യൂണൽ അത് ഏതെങ്കിലും മുസ്ലിം സംഘടനാ നേതാക്കന്മാർ മാത്രമാണ് വഖഫ് ട്രിബ്യൂണൽ വരുന്നത്? അത് മോട്ടോർ വെഹിക്കിൾ ട്രിബ്യൂണൽ പോലെ, അല്ലെങ്കിൽ മറ്റ് CBI കോടതി പോലെ, അല്ലെങ്കിൽ MLA MP കോടതി പോലെ അങ്ങനത്തെ ഒരു സംവിധാനം തന്നെയല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ ഇനി ഇതിനപ്പുറത്ത് BJP കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നത് എന്ന് പറയുന്നു. ഞങ്ങൾക്കതിൽ എതിർക്കാൻ പല കാരണങ്ങളുണ്ട്. അല്ല ജിൻഡു, അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഈ ട്രിബ്യൂണലിൽ നേരത്തെ അപ്പീൽ പോകാൻ പറ്റില്ലായിരുന്നു. ട്രിബ്യൂണലിന്റെ വിധി അതേപടി അംഗീകരിക്കണമായിരുന്നു. പക്ഷേ പുതിയ അമെൻമെന്റ് വരുമ്പോൾ, ഇപ്പോൾ JPC അംഗീകരിച്ചിരിക്കുന്ന ഭേദഗതി അനുസരിച്ച് എനി പേഴ്സൺ അഗ്രീവ്ഡ് ബൈ ദ ഓർഡർ ഓഫ് ദ ട്രിബ്യൂണൽ മേ അപ്പീൽ ടു ദ ഹൈക്കോർട്ട് വിതിൻ എ പീരിയഡ് ഓഫ് 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ഓർഡർ ഓഫ് ദ ട്രിബ്യൂണൽ എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ജിൻഡു, ഒരു അപ്പീൽ അധികാരം കിട്ടുക എന്നുള്ളത്. അല്ല, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് BJP ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൽ എതിർക്കുന്നത്? BJP ഈ രാജ്യം ഭരിക്കുന്നതിന് ശേഷം വന്നിട്ടുള്ള ഓരോ നിയമങ്ങളും പരിശോധിക്കൂ. ഒന്ന് കാശ്മീർ നിയമം, ഒന്ന് മുത്തലാഖ് നിയമം, ഒന്ന് വഖഫ് നിയമം, അടുത്തത് എന്താ GST, അടുത്തത് ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത്, പിന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അങ്ങനെ പലതുമാണ്. നേരെ മറിച്ച് UPA സർക്കാരിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ അവകാശ നിയമം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഓരോ നിയമങ്ങളും നോക്കുക. അപ്പോൾ ഇത് തമ്മിലൊരു കമ്പാരിസൺ ഒരു പ്രശ്നമാണ്. ഞാൻ പറയുന്നത് ഇത് മുസ്ലിം മതവിശ്വാസികളുടെ അല്ല, അതിലെന്താ തർക്കമുള്ളത്? ഞങ്ങളുടെ ആണല്ലോ. അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞോ? അല്ലെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആണ്. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് പല നിയമങ്ങളും പാസ്സാക്കിയിട്ടുണ്ട്. അല്ല, നിയമങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1972 വനം വന്യജീവി നിയമത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടല്ലോ. ഇവിടെ നരഭോജി കടകൾ മനുഷ്യനെ പിടിക്കുന്നുണ്ടല്ലോ. ഈ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഇപ്പം ഞങ്ങൾ തിരുത്തുമെന്ന് പറഞ്ഞല്ലോ. എന്താ മാറ്റം നടത്താത്ത? ഈ രാജ്യത്തെ മുഴുവൻ കർഷകരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ. അതിലെന്തുകൊണ്ട് ഒരു ആവേശം കാണിക്കാത്തത്? ഈ കേരളത്തിലെ കർഷക തൊഴിലാളികൾ അല്ലെ കാർഷിക മേഖലയിലുള്ള മലയോര കർഷകരുടെ വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു ആവേശം കാണിക്കാത്തത്? അല്ല, ഇതേ ആവശ്യം കാണുന്നില്ലല്ലോ. ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിൽ നിങ്ങളുടെ ലക്ഷ്യത്തെ അല്ല ഞാൻ പറയട്ടെ ശ്രീജിത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് തുടരാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് അങ്ങനെ തുടരാൻ കുഴപ്പമൊന്നുമില്ല.
അല്ല, അങ്ങ് പറയുന്നതിൽ ഞാൻ അടിസ്ഥാനപരമായി പറഞ്ഞില്ലേ, എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മൾ എങ്ങനെയാണ് എല്ലാവരെയും ബാധിക്കുക? അല്ല, ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പല സാധനങ്ങൾ, ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അത് താങ്കൾക്ക് തിരുത്താവുന്നതാണ് താങ്കളുടെ അവസരത്തിൽ. താങ്കൾ പറയുന്നത് എല്ലാം ശരിയാണെന്നുള്ള ബോധ്യം താങ്കൾക്ക് വേണ്ട. താങ്കൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പക്ഷം പറയാന്നുള്ളതാണ്, കോൺഗ്രസിന്റെ സ്റ്റാൻഡ് പറയാന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. ശരിയാണ്, കോൺഗ്രസിന്റെ സ്റ്റാൻഡ് അതാണ്. എന്തായാലും BJP കൊണ്ടുവരുന്ന ഈ നിയമം അത് കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ എന്തായാലും ഞങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ അതിൽ എതിർക്കേണ്ട കാര്യമില്ല. ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഇതിൽ ഈ വഖഫ് ബോർഡിലും അതുപോലെ തന്നെ വഖഫ് കൗൺസിലിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടുന്നുണ്ട്. അതിനെയും നിങ്ങൾ എതിർക്കുകയാണോ? അല്ല, ഇതൊന്ന് ഏതെങ്കിലും ഒരു വിഷയം വെച്ച് മാത്രമല്ല അതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ വിഷയത്തിൽ 1, 2, 3 ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഭിന്നാഭിപ്രായമുണ്ട്. അതേസമയം അങ്ങനെ ഒരു പരിഷ്കരണത്തിൽ ഒരുപാട് പരിഷ്കരണങ്ങൾ വരുത്താൻ പറ്റിയൊരു മേഖലയാണ് ഈ വഖഫ് ബോർഡ്. കാരണം എന്താ അറിയോ? കാരണം ഒരു 10 ലക്ഷത്തോളം വരുന്ന ഏക്കർ ഭൂമിയാണ്. ഇത് വ്യവസ്ഥാപിതമായ ഒരു രീതിയിൽ ഈ സംവിധാനം കൊണ്ടുപോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രാന്തവൽക്കരിക്കപ്പെട്ട വളരെ ദയനീയമായ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പുരോഗതി ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയാണ് ഈ വഖഫുമായി ബന്ധപ്പെട്ടത്. കാരണം 10 ലക്ഷത്തോളം ഏക്കർ ഭൂമി എന്ന് പറയുമ്പോൾ അതിന്റെ ആസ്തികളും സംവിധാനവും നമുക്കറിയാമല്ലോ. അതിനൊക്കെ ആ വിധത്തിൽ ഫലപ്രദമായ വിധത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സ്വാഗതാർഹമാണ്. നിലവിലെ നിയമത്തിൽ പൂർണ്ണമായിട്ടും തൃപ്തരാണോ അല്ലയോ? അല്ല, നിലവിലെ നിയമത്തിലും പോരായ്മകളുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇവിടെ ഇപ്പൊ BJP സർക്കാർ കൊണ്ടുവന്ന ഇതിന്റെ ഓരോന്നും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ മിക്കതും മുസ്ലിം സമുദായത്തിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള തികച്ചും പ്രതികൂലമായ നീക്കങ്ങളാണ്. ഈ വഖഫ് ഭൂമി എന്ന് പറയുന്ന ആരുടെയും തട്ടിപ്പറിച്ചെടുത്തതല്ല. നേരത്തെ സംസാരിച്ച അദ്ദേഹത്തിന്റെ സ്വരത്തിൽ അങ്ങനെ തോന്നി. ഇത് ആരുടേത് തട്ടിപ്പറിച്ചെടുത്തതല്ല. ഇത് അവരവരുടെ ഭൂമി വഖഫ് ചെയ്തതാണ്. അതായത് പരലോക മോക്ഷത്തിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്ത ആസ്തികള് മുസ്തഫ മുണ്ടുപാറ, 1600 വർഷം പഴക്കമുള്ള തെളിവ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ തട്ടിപ്പറിച്ചെടുത്തതല്ല. തിരുച്ചെന്തൂരിലെ 1600 വർഷം പഴക്കമുള്ള ക്ഷേത്രം എങ്ങനെയാണ് വഖഫ്? വഖഫ് ഭേദഗതി വന്നതിന് ശേഷം രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കയ്യേറ്റത്തിന്റെ വാർത്തകൾ വന്നത് താങ്കൾ കണ്ടില്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃച്ചെന്തൂരിലെയാണ്. തൃച്ചെന്തൂരിലെ വളരെയധികം ചർച്ച ചെയ്ത വിഷയമാണ്. ഹലോ, മുസ്തഫ പറഞ്ഞോളൂ. അതായത് ഇത് ആരുടേതും തട്ടിപ്പറിച്ചെടുത്തതല്ല. ഇതിനിവിടെ വ്യവസ്ഥാപിതമായ സംവിധാനത്തിൽ 3 രീതിയിലാണ് ഈ വഖഫ് ആയിട്ട് ഇവിടെ പരിഗണിക്കപ്പെട്ട, കാലാകാലങ്ങളായിട്ട് പരിഗണിക്കപ്പെട്ടത്. ആ പരിഗണിക്കപ്പെട്ട ഭൂമി സംരക്ഷിക്കപ്പെടണമല്ലോ. അന്യായമായി ഒന്നും നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ചുകൊണ്ട് ദൈവപ്രീതിക്ക് വേണ്ടി സംഭാവന ചെയ്ത ഒരു സ്ഥലം അന്യായമായത് ഉപയോഗപ്പെടുത്താനേ പറ്റൂല. ഇസ്ലാമിക വിധിപ്രകാരം അത് ഉപയോഗപ്പെടുത്താനേ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ തട്ടിപ്പറിച്ച് എടുത്ത ഭൂമി അതിന് പറ്റില്ല. അക്കാര്യം സംശയമേ വേണ്ട, ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ഇത് ജെന്യൂണായി ഇങ്ങനെ വഖഫ് ചെയ്യപ്പെട്ട ഭൂമികൾ, ആസ്തികൾ അത് സംരക്ഷിക്കപ്പെടണം. ഇവിടെ BJP ഇപ്പൊ കൊണ്ടുവരുന്ന പുതിയ ബില്ല് പ്രകാരം രജിസ്ട്രേഡ് ആയ ഭൂമികളുടെ കാര്യത്തിൽ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് പോലും ഉണ്ടാവുകയില്ല, മുൻകാല പ്രാബല്യം പോലും ഉണ്ടാവുകയില്ല. അപ്പോൾ അതൊരു തർക്ക വിഷയമേ അല്ലല്ലോ. ഈ തർക്കത്തിൽ കിടക്കുന്ന ഭൂമികളിലല്ലേ ഈ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. അവിടെ വീണ്ടും ക്ലെയിം വരും, അതിനെക്കുറിച്ചുള്ള അന്വേഷണം വരും അല്ലേ? ഒരു സർക്കാരിന് ഒരു ഭൂമി വേണമെന്ന് തോന്നിയാൽ അത് വഖഫ് ഭൂമിയായാലും അല്ലെങ്കിലും വഖഫ് ഭൂമിയാണെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇവിടുത്തെ വ്യവസ്ഥകളൊക്കെ തയ്യാറായി കൊണ്ടുവന്നിരിക്കുന്നത്. ഒട്ടും സദുദ്ദേശപരമല്ല. അതിന് ഒരുപാട് തെളിവുകൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ആധിയാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അന്യായമായ ഒരു തുണ്ട് ഭൂമി പോലും ദൈവപ്രീതിക്ക് വേണ്ടി സമർപ്പിക്കാൻ പറ്റില്ല. ദൈവപ്രീതി സമർപ്പിക്കാൻ പറ്റുന്നത് ഞാൻ വഖഫ് ചെയ്യണമെങ്കിൽ എന്റേത്, ഞാൻ ആരുടേതും പിടിച്ചു പറിക്കാതെ ഞാൻ എന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ ഭൂമി, ആസ്തി, അതേ എനിക്ക് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. ആരാന്റെ ഭൂമി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോയിക്കോട്ടെ, അതിന് നമ്മളെ സംബന്ധിച്ച പ്രശ്നമില്ല, അത് ഒഴിവാക്കാവുന്നതാണ്.
പക്ഷെ ഇത് അർഹതപ്പെട്ട മുൻപത്തേത് വഖഫാണോ? അർഹമായ ആളുകൾക്ക് തന്നെ നൽകണം. അത് ഈ മുനമ്പത്തിന്റെ കാര്യം വഖഫാണോ? മുസ്തഫ, അതിൽ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ചർച്ച ചെയ്യാവുന്ന മുനമ്പമാണല്ലോ. മുനമ്പത്തിന്റെ കാര്യം മുൻപത്തേത് വഖഫാണോ മുസ്തഫ? അത് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഈ മുനമ്പത്തിന്റെ കാര്യത്തിൽ മുനമ്പത്തേത് നിങ്ങളുടെ വഖഫാണോ? നിലപാട്, പരസ്യമായ നിലപാട് അവരെ കുടിയൊഴിപ്പിക്കരുത് എന്നാണല്ലോ. പക്ഷേ വഖഫാണ് എന്ന കാര്യത്തിലും നിങ്ങൾക്ക് സംശയമില്ല. അല്ല, വഖഫാണ് എന്ന കാര്യത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ അല്ല എന്നൊരു സംഘടനയും പറഞ്ഞിട്ടില്ല ഇവിടെ. വഖഫാണ്. പക്ഷെ അതേ സമയത്ത് അവിടെ ഇതെന്ത് നിലപാടാണ്? എന്താ സംശയം? അല്ല, ഞാൻ ചോദിക്കട്ടെ, ജിൻഡോ ഇവിടെ ജിൻഡോ വ്യവസ്ഥാപിതമായ പറഞ്ഞു നിയമപ്രകാരം ഓപ്പോസിറ്റ് അത് അവര് വഖഫ് ഫറൂഖ് ഭൂമിയാണ്. കോളേജിൽ നിന്ന് മുസ്ലിം വാങ്ങിയിട്ടുണ്ട്, സംഘടനകൾ വഖഫല്ല വില എന്നൊരു കൊടുത്ത് സംഘടനയും വാങ്ങിയിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല. അവരുടെ കയ്യിൽ അതിന്റെ അതേ രേഖകളുണ്ട്. സമയത്ത് അവിടെ കുടികിടക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടവർ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ സുരക്ഷിതരാകണം. അവര് വെറും കൈയോടെ രണ്ടും കൂടെ പറ്റില്ലല്ലോ ശ്രീ മുസ്തഫ അതെ, മുണ്ടുപാറ, അതെ, രണ്ടും കൂടെ അതെ, പറ്റില്ലല്ലോ. ഇറങ്ങി പോകരുതല്ലോ, അവരവിടെ കരമടച്ചുകൊണ്ടിരുന്ന ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ രാജ്യത്തെ നിയമത്തിന് താങ്കൾക്ക് അവരെ ബഹുമാനമില്ലേ? ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം. അത് ഇവരല്ലല്ലോ, ഇവര് പണം കൊടുത്ത് മേടിച്ചല്ലേ. അല്ലല്ല, കാശ് കൊടുത്ത് വാങ്ങാൻ വഖഫ് ബോർഡാണ്. നിയമത്തിൽ തെറ്റ് ചെയ്തത് വഖഫ് ബോർഡാണ്. മഞ്ജുഷ്, ഇതാണ് പ്രശ്നം. മഞ്ജുഷ്, ഇതാണ് പ്രശ്നം. ഇരയ്ക്കും വേട്ടക്കാരനുമൊപ്പമാണെന്ന് പറയുന്നിടത്താണ് തെറ്റ് പ്രശ്നം. ചെയ്തത് വഖഫ് ബോർഡാണ്. ഒരാളിന്റെയും ഭൂമി തട്ടിയെടുത്തിട്ടില്ല എന്ന് പറയുകയും വഖഫ് ബോർഡ് ഇതിൽ പ്രതിയാണ്. വഖഫ് ബോർഡ് അല്പം പോലും സങ്കോചമില്ലാതെ ഇത് ഫറൂഖ് ചെയ്യുകയാണ്. കോളേജ് ഇതിൽ പ്രതിയാണ്. അവരുടെ ഭാഗത്ത് വന്ന വലിയ തെറ്റാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ആ നാട്ടുകാരെ പ്രതിയാണോ? നിരപരാധികളായ മുനമ്പത്തെ സഹോദരങ്ങൾ കുടിയിറക്കപ്പെട്ടുകൊണ്ട് പുറത്തിറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് വഖഫ് ഭൂമി അല്ല എന്നൊരു തീരുമാനം വരണം. അത് വഖഫ് ഭൂമി അല്ല എന്ന തീരുമാനം വന്നാലേ അത് സാധ്യമാകുള്ളൂ. ഒട്ടും സംശയമില്ല. വഖഫ് ഭൂമി അല്ലാന്ന് പറയൂ. അല്ലാത്ത ഭൂമിയെ വഖഫാണെന്ന് പറയുകയും പിന്നെ കുടികിടപ്പുകാരെന്ന് വിളിക്കുകയും അവരെ എൻക്രോച്ചേഴ്സ് ആയി കാണുകയും അവരെ പുറത്തിറക്കി വിടൂല എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പിനെയാണ് ഞങ്ങൾ വളരെ കഷ്ടമായിട്ട് കാണുന്നത്. ഇത് ദയവ് ചെയ്ത് നിങ്ങൾ നിർത്തണം. വഖഫ് അല്ലാത്തൊരു ഭൂമിയെ മറ്റൊരു കാര്യം, മുസ്തഫ മുണ്ടുപാറ ഇതിന്റെ മറുവശം കൂടി പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് വഖഫായ ഭൂമി ഈ നിയമം ഭേദഗതി ചെയ്ത് പുതിയ വഖഫ് നിയമം വരുമ്പോൾ മറിച്ച് സംഭവിക്കുമെന്ന്. അതായത് വഖഫ് ആയ ഭൂമി അത് സ്വകാര്യ വ്യക്തികൾക്കോ അല്ലെങ്കിൽ സർക്കാരിനോ പിടിച്ചെടുക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമെന്ന്. അതാണ് മുസ്ലിം ജനവിഭാഗം സംശയത്തോടെ കാണാൻ കാരണമെന്നാണ് വിഷയം. ഇത് തന്നെയാണ് പ്രശ്നം. അതായത് വഖഫ് എന്നുള്ള തീരുമാനം തികച്ചും ആർബിട്രറിയായി മാറുന്ന രീതിയിലുള്ള ഒരു നിയമം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. വഖഫ് ആയി പ്രഖ്യാപിക്കുന്നത് തികച്ചും ആർബിട്രറി ആയിട്ടാണ്. അതല്ലേ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം. അല്ലാതെ ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു മുനമ്പം വഖഫാണ് പറഞ്ഞില്ലേ. മുനമ്പം വഖഫാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീ മുസ്തഫ മുണ്ടുപാറ, അങ്ങ് ഈ വഖഫ് ഡീഡ് അതിൽ കാണുന്ന ഒരു പേര്, വഖഫ് ആധാരം എന്ന് കാണുന്ന ഒരു പ്രയോഗം, അതിന് താഴെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വഖഫായി നൽകുന്നു എന്ന പ്രയോഗം, ഇതല്ലാതെ ഇത് വഖഫ് അല്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ താഴെ ഉള്ളതിനെ താങ്കൾ ശ്രദ്ധിക്കുന്നില്ല. ഇത് വഖഫ് ബോർഡും അങ്ങനെ എടുത്തോളൂ. കാരണം എന്താ? വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ എന്ന കൃത്യമായ പഴുത് അവിടെ ഇട്ടുണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിയമങ്ങൾ പഴുതിട്ട് ബോധപൂർവം, ഇത് പ്രിയപ്പെട്ടവരെ, ഇത് കോൺസ്റ്റിറ്റ്യൂഷനോട് അല്പമെങ്കിലും ചായ്വുള്ളവരോ മതേതരത്വത്തോട് സ്നേഹമുള്ളവരോ ഇന്ത്യൻ ജനാധിപത്യത്തോട് സ്നേഹമുള്ളവരോ ഉണ്ടാക്കിയ ഒരു നിയമമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഇതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അടിസ്ഥാനപരമായി വളരെ വലിയ മൗലികവാദികൾ ആണ് ഇതിന്റെ ഡ്രാഫ്റ്റിംഗ് പോയിരിക്കുന്നത്. താങ്കൾ ഉദ്ദേശിക്കുന്നത് ഒറിജിനൽ വഖഫ് നിയമത്തിന്റെ അല്ലേ? പഴയ വഖഫ് നിയമത്തിന്റെ അല്ല, നിലവിലുള്ള നിയമത്തിന്റെ, ബില്ലിന്റെ അല്ലല്ലോ. നിലവിലുള്ള നിയമം അത് ഭേദഗതി വേണമല്ലോ, അതാണല്ലോ ചർച്ച. അപ്പോ ഇവിടെ ഈ മുസ്തഫ മുണ്ടുപാറ എടുത്ത ആ നിലപാട് തന്നെയാണ് ഭേദഗതി നിയമത്തിന് വേണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ അദ്ദേഹം എടുത്തത്. ആർബിട്രറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ആർബിട്രറി ആയിട്ടുള്ള ഒരു പറച്ചില്. വഖഫ് ബോർഡ് അത് തന്നെ ചെയ്തു. അവർക്ക് വലിയ അധികാരങ്ങൾ, അമിത അധികാരങ്ങൾ കൊടുത്തു വച്ചിരിക്കുകയാണ്. അവർക്ക് അതിനു മുൻപുള്ള മുന്നാധാരം അത് ശരിയായിട്ടുള്ളതാണോ? സിദ്ദിഖ് സേട്ടുവിന് വഖഫ് ചെയ്യാൻ കഴിയുമായിരുന്നോ? സിദ്ദിഖ് സേട്ടുവിന് വഖഫ് ചെയ്യാൻ കഴിയുന്ന ഭൂമിയാണോ മുനമ്പം? ആ ചോദ്യം ചോദിച്ചാൽ 1950 ഡീഡിന് മുന്നാധാരമായിട്ടുള്ള ആ തീരാധാരത്തിലേക്ക് പോകേണ്ടി വരും. 1948 ജംബുബായി വിറ്റു, സിദ്ദിഖ് സേട്ടുവിന് വിറ്റു എന്ന് പറയുന്ന ആ തീരാധാരത്തിലേക്ക് പോകേണ്ടി വരും. അവിടുന്ന് 1947 ഭാഗാധാരത്തിലേക്ക് പോകേണ്ടി വരും. മൂസ സേട്ടുവിന്റെ
ഏക മകൾ ആമിന, അവൾക്ക് 10 വയസ്സേ ഉള്ളൂ. 1950 10 വയസ്സേ ഉള്ളൂ. അവളുടെ ഭാഗം ഉള്ള ആ സംഗതിക്ക് അവൾക്ക് പിന്നീട് വേണമെങ്കിൽ നിയമപരമായി ക്ലെയിം ചെയ്യാം. അങ്ങനെ നിയമപരമായി ക്ലെയിം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കെ അവൾക്ക് 10 വയസ്സുള്ളപ്പോൾ അതിൽ നിന്ന് വന്ന ഒരു വസ്തു എങ്ങനെ സിദ്ദിഖ് സേട്ടുവിന് വഖഫായി പ്രഖ്യാപിക്കാൻ കഴിയും? കാരണം നിയമപരമായി അത് തിരിച്ചു പിടിച്ചെടുക്കാനുള്ള സാധ്യത അവിടെ അന്ന് ഉണ്ടായിരുന്നു. അന്ന് 3 വർഷത്തിന് അവൾക്ക് പ്രായപൂർത്തിയായി 3 വർഷത്തിനുള്ളിൽ അവൾക്ക് അത് പിടിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു 6-7 വർഷം കഴിയാതെ അല്ലെങ്കിൽ 8 വർഷം കഴിയാതെ ഈ ഭൂമി വഖഫാക്കാൻ കഴിയുന്നതാണോ അല്ലയോ എന്ന്, അല്ലെങ്കിൽ വഖഫാക്കാൻ കഴിയുന്നതാണെന്ന് ഉറപ്പ് ആ ഭൂമിക്ക് ഇല്ലായിരുന്നു. 8 വർഷം. ഇനി സിദ്ദിഖ് സേട്ടു റിസീവർ ആണെന്ന് പറയുന്നുണ്ടല്ലോ, അത് വഖഫ് ബോർഡ് അന്വേഷിച്ചോ? റിസീവർ ആണോ സിദ്ദിഖ് സേട്ടു? ഒരിക്കലും ആയിരുന്നില്ല. യാക്കൂബ് സേട്ടു ആയിരുന്നു ഈ ആമിനയുടെ റിസീവർ, ആമിനയുടെ കെയർ ടേക്കർ. യാക്കൂബ് സേട്ടു ആയിരുന്നു. ഞങ്ങൾ ഈ ഡോക്യുമെന്റ് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെയാണെങ്കിൽ ശ്രീ ഫാദർ ജോഷി മയ്യാറ്റിൽ, ഇവിടെ ജിൻഡോ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ വഖഫ് ഭേദഗതി ബിൽ വന്ന് നിലവിലുള്ള വഖഫ് നിയമം ഭേദഗതി ചെയ്യുമ്പോൾ അതുകൊണ്ട് മുനമ്പംകാർക്ക് പ്രയോജനം കിട്ടുമോ ഇല്ലയോ എന്ന്, ഇതിലെ ഏത് ഭേദഗതി വ്യവസ്ഥ മുനമ്പംകാർക്ക് അനുകൂലമായിട്ട് വരുമെന്ന്? മഞ്ജുഷ, എനിക്ക് സത്യത്തിൽ ഇന്നത്തെ ചർച്ചയിലിരിക്കാൻ, ഞാൻ മഞ്ജുഷിനോട് തന്നെ ആദ്യം പറഞ്ഞല്ലോ, ഇന്നത്തെ ചർച്ചയിലിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഭേദഗതിയുടെ കൃത്യമായി എന്തൊക്കെയാണ് എങ്ങനെയൊന്ന് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. നാളെ ഏതാണ്ട് കയ്യിൽ കിട്ടുമെന്നാണ്, ഞാൻ ഇതേക്കുറിച്ച് അന്വേഷിച്ചു, നാളെ എൻ്റെ കയ്യിൽ കിട്ടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ആ രീതിയിൽ ഈ ഡോക്യുമെന്റിൽ എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാതെ എനിക്ക് അതേക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. വാർത്തകളിലൂടെ കേൾക്കുന്നു മുൻകാല പ്രാബല്യം, കാരണം മുൻകാല പ്രാബല്യം ഇതിന് ലഭിക്കില്ല എന്ന് കേൾക്കുന്നു. ഞങ്ങൾ വളരെ സങ്കടത്തിലാണ്. അങ്ങനെ കേൾക്കുന്നതിൽ ഞങ്ങൾ വളരെ സങ്കടത്തിലാണ്. കാരണം വഖഫ് ബോർഡ് ചെയ്ത വലിയൊരു കടുത്ത അനീതി, വലിയൊരു അധിനിവേശം. വഖഫ് അല്ലാത്ത ഭൂമിയെ വഖഫ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് വഖഫ് എന്ന രീതിയിൽ പറയാനായിട്ട് ഇപ്പൊ ചുറ്റുപാടും ആളുകൾ കൂടിയിരിക്കുന്നു. വഖഫ് ആണ് അതിനെ പറയാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന കോടതി വിധികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ 2019 ഈ CEO തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഓർഡർ, ഈ രജിസ്ട്രിയിലേക്ക് എഴുതി ചേർത്തിരിക്കുന്ന ഓർഡറിൽ എന്തൊരു തെറ്റിദ്ധാരണ പരത്തുന്ന സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. 1971 പറവൂർ സബ് കോടതിയുടെ വിധിയിൽ കാറ്റഗോറിക്കലി ഇത് വഖഫാണെന്ന് കാറ്റഗോറിക്കലി മെൻഷൻഡ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്തൊരു അബദ്ധമാണ്. ഹൈക്കോടതിയും അത് ശരിവെച്ചു എന്നാണ് പറഞ്ഞത്. എന്തൊരു അബദ്ധമാണ്. ശരി, അവൾ അങ്ങനെയാണെങ്കിൽ ഫാദർ ജോഷി മയ്യാറ്റിൽ നേരത്തെ ഇവിടെ ശ്രീജിത്ത് പറഞ്ഞിരുന്നു, എനിക്ക് അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിനെ കുറിച്ച്. അതിൽ 10%, അതായത് ഏകദേശം എന്ന് പറയുന്നത് ഈ രജിസ്ട്രേഡ് ആയിട്ടുള്ള വഖഫ് ഭൂമി, അതിൽ ചിലപ്പോൾ മുൻകാല പ്രാബല്യം ഉണ്ടാവുകയില്ല. ശ്രീജിത്ത്, അങ്ങനെയല്ലേ? അതിനൊരു ക്ലാരിറ്റി ഒന്നുകൂടി, എന്റെ ശ്രദ്ധയിൽ അത് പെട്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെയാണ് ന്യൂസ് റിപ്പോർട്ട് കണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് JPCയിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായപ്പോൾ 90% ഭൂമിയും അങ്ങനെയാണെങ്കിൽ അൺരജിസ്റ്റേർഡ് ആണ്, അങ്ങനെയാണെങ്കിൽ വഖഫ് ബോർഡ് വലിയ ഡിസഡ്വാൻറ്റേജിലാണ് എന്ന് കോൺഗ്രസിന്റെ സഹരൻപൂരിൽ നിന്നുള്ള MP ആണ് വാദിച്ചത്. ശരി ഫാദർ, അങ്ങനെ വരികയാണെങ്കിൽ മുനമ്പത്തിന്റെ കാര്യം പോയി, രജിസ്ട്രേഡ് ഭൂമികൾക്ക് മുൻകാല പ്രാബല്യം കിട്ടില്ല, വഖഫ് രജിസ്ട്രേഷൻ പൂർത്തിയായത്. മുനമ്പം അതിൽ പെടുമോ? 2 കാര്യം എനിക്ക് പറയാനുണ്ട് മഞ്ജുഷ. അതിൽ എനിക്ക് 2 കാര്യം പറയാനുണ്ട്. പറഞ്ഞോട്ടെ? ഓക്കെ. ഒന്ന്, ഇപ്പോൾ നിലവിൽ മുനമ്പം വഖഫ് ബോർഡിന്റെ രജിസ്ട്രിയിലേക്ക് 2019 എഴുതിയെടുത്തിരിക്കുകയാണ്. അപ്പൊ രജിസ്ട്രിയിൽ ഓൾറെഡി ആയി. 2, ഞാൻ വായിച്ചതനുസരിച്ച് ഈ പറയുന്ന മുൻകാല പ്രാബല്യം എന്നുള്ളത് സർക്കാർ ഭൂമികളെ കുറിച്ചുള്ള പരാമർശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാർ ഭൂമികള്, അതിൽ ഞാനിത് പറയുന്ന എനിക്ക് തോന്നുന്നു ഹിന്ദു പത്രം വായിച്ചിട്ടുള്ള അറിവാണെന്നാണ് ഞാൻ രാവിലെ വായിച്ചതാണ്. അപ്പോൾ അത് സർക്കാർ ഭൂമി, അത് രജിസ്ട്രിയിലേക്ക് ക്ലെയിം ഉണ്ട്, പക്ഷെ രജിസ്ട്രിയിലേക്ക് എഴുതപ്പെട്ടിട്ടില്ല എങ്കിൽ അതിന് മുൻകാല പ്രാബല്യമുണ്ട്. എന്നാൽ രജിസ്ട്രിയിലേക്ക് എഴുതിയെടുത്തു കഴിഞ്ഞു എങ്കിൽ അതിൽ മുൻകാല പ്രാബല്യമില്ല. സർക്കാർ ഭൂമിയെ സംബന്ധിച്ചാണെന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്, സബ്ജക്ട് ടു കറക്ഷൻ. ശരി ശ്രീജിത്ത്, അങ്ങനെയുണ്ട്. മാത്രമല്ല ജഗദാംബിക പാൽ JPCയുടെ ചെയർപേഴ്സൺ തന്നെ ഇക്കാര്യത്തിൽ കൂടുതലും മെൻഷൻ ചെയ്തിട്ടുള്ളത്
അദ്ദേഹം സംസാരിച്ചിടത്തോളം പറഞ്ഞ കാര്യങ്ങൾ സർക്കാരുകളും വഖഫ് ബോർഡും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചാണ് കൂടുതലും. അതിൽ ഈ സ്വകാര്യ ഭൂമികളുടെ കാര്യം അധികമായിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? അല്ല, നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ഭൂമി വഖഫ് ക്ലെയിം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് പ്രോപ്പർട്ടി തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ് പ്രോപ്പർട്ടി റിക്കവർ ചെയ്യാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് JPCയുടെ ഭേദഗതി ഇല്ലാതെ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിലുണ്ട്. അപ്പോൾ റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഇവിടെ നമ്മൾ പറയുന്നത് ഏതാണ്ട് 9.7 ലക്ഷം ഏക്കറിൻ്റെ കാര്യമാണ്. അപ്പോൾ അത്രയും കാര്യത്തിൽ കുറേയധികം ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ ഒരു ഇൻജസ്റ്റിസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇതിലൊരു പരിഷ്കാരം കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടില്ല എങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് സർക്കാരിന് മാത്രമാവില്ല ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഫൈൻ പ്രിന്റ് കിട്ടിയെങ്കിൽ മാത്രമേ കൂടുതൽ കാര്യമായിട്ട് അറിയുകയുള്ളൂ. പക്ഷേ മനസ്സിലാക്കുന്നിടത്തോളം 10% ഭൂമി മാത്രമേ അങ്ങനെയാണെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ട് കയ്യിലുള്ളൂ എന്നും 90% ഇപ്പോഴും അങ്ങനെയല്ല എന്നും അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമുണ്ട് എന്നുമാണ്. ഇനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അവർ രജിസ്റ്ററിൽ എഴുതി എന്നതുകൊണ്ട് മാത്രം ആ രജിസ്ട്രേഷൻ ആ രീതിയിലത്തേക്ക് സാധുതയുള്ളതായിട്ട് പരിഗണിക്കാനും പറ്റില്ല. കാരണം അത് നമ്മുടെ നാട്ടിലെ സിവിൽ നിയമത്തിലുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് അവർക്ക് വഖഫ് ചെയ്ത് കിട്ടിയിരിക്കുന്ന പ്രോപ്പർട്ടി ആയിരിക്കണം രജിസ്റ്ററിൽ ചേർക്കുന്നത്. പക്ഷേ വഖഫ് ചെയ്തു എന്ന് പറയുന്ന സിദ്ദിഖ് സേട്ടും ഒക്കെയുള്ള കാലം ഏതാണ്? അതിനിടയ്ക്ക് ആ ഭൂമി ക്രയവിക്രയം നടത്തിയിട്ടുണ്ടോ? അതിൻ്റെ പേരിൽ ആൾക്കാർക്ക് അവിടെ ആധാരം കിട്ടിയിട്ടുണ്ടോ? അതിൻ്റെ പേരിൽ ആൾക്കാർക്ക് കരമടച്ചിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ കൂടി അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും പരിഗണിക്കണം. അതുകൊണ്ട് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഭേദഗതികളുടെ അടിസ്ഥാനത്തിൽ മുനമ്പം ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു വിഷയം. രണ്ട്, അല്പം മുമ്പ് ശ്രീ ജിൻഡോ പറഞ്ഞ ഒരു വാദമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ സിവിൽ കോടതികളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ കാലതാമസമാണ്. ആ കാലതാമസത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നുണ്ട് ട്രിബ്യൂണൽ എന്ന്. എത്ര അപഹാസ്യമായിട്ടുള്ള ഒരു വാദമാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ ഒരു വസ്തു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വസ്തു തർക്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്നത് സിവിൽ കോടതികളിലാണ്. അപ്പോൾ സിവിൽ കോടതികളിൽ കാലതാമസം ഉണ്ടാക്കുന്നത് കൊണ്ട് ഞങ്ങൾ അതിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് വഖഫ് ട്രിബ്യൂണൽ കൊണ്ടുവന്നു. ഇവിടെ മോട്ടോർ വാഹന ട്രിബ്യൂണൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇതിനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ അതിൽ മതപണ്ഡിതനായിട്ടുള്ള ഒരാൾ ഉണ്ടാകണമെന്നാണ്. മോട്ടോർ വാഹന വകുപ്പിൽ ഏതെങ്കിലും മതപണ്ഡിതനുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊരു സെക്യുലർ ആയിട്ടുള്ള ഒരു നിയമത്തിനെ കുറിച്ച്, ഒരു സിവിലായിട്ടുള്ള ഡിസ്പ്യൂട്ടിനെ പറ്റി തീരുമാനമെടുക്കുന്ന സമയത്ത് അതിൽ ഈ മുസ്ലിം ജൂറിസ്പ്രൂഡൻസ് എല്ലാം അറിയുന്ന ഒരാൾ ഉണ്ടായിരിക്കണം എന്ന രീതിയിലത്തേക്ക് വന്നാൽ അതിന് സെക്യുലർ സ്വഭാവം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ഇതിൻ്റെ അപ്പീലിൻ്റെ കാര്യം. വേണമെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോകാമല്ലോ എന്ന് നമുക്ക് വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം, നമുക്ക് സുപ്രീം കോടതിയിലും പോകാമല്ലോ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോകാമല്ലോ. അങ്ങനെയാണോ അതിൻ്റെ ചെലവും മെനക്കേടും? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ താങ്കൾ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് അവിടെ വെച്ച് തന്നെ ഞാൻ അതിൻ്റെ വാദം ഉന്നയിച്ചത്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും വസ്തുതർക്കം ഉണ്ടെങ്കിൽ അത് സിവിൽ കോടതികളിലാണ് റൺ ചെയ്യുന്നത്. അവിടെ ദേവസ്വം ബോർഡ് കേവലം വന്ന് പറയുകയല്ല, ദാ ഈ ഭൂമി എൻ്റേതാണ്, നിങ്ങൾ വേണമെങ്കിൽ രേഖയും കൊണ്ട് വരിക എന്ന്. അങ്ങനെയല്ല. കോടതി അവിടെ ചോദിക്കും, നിങ്ങൾക്കിത് നിങ്ങളുടേതാണെന്ന് പറയാനുള്ള രേഖ എന്താണ്, ആധാരം എവിടെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ കാലതാമസം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കേസിലും ഉണ്ട്. സിവിൽ മാത്രമല്ല, ക്രിമിനൽ കേസുകളിൽ വരെ. മുസ്ലിം കേന്ദ്രീകൃതം എന്ന രീതിയിൽ നിന്ന് മാറുകയാണ് ഇപ്പോൾ ഈ വഖഫ് നിയമം പൊളിച്ചെഴുതുന്ന സമയത്ത്, അല്ലേ ജിൻഡോ? ഞാൻ കേട്ടില്ല മഞ്ജുഷ. ജിൻഡോ, ശ്രീജിത്ത് പറഞ്ഞല്ലോ മറുപടി. ശ്രീജിത്ത്, താങ്കൾ പറഞ്ഞതിനെ ഖണ്ഡിക്കുകയാണ് ഇവിടെ ചെയ്തത്. അല്ല മഞ്ജുഷേ, അതിലൊരു കാര്യം, ഇതിൽ വഖഫ് ട്രിബ്യൂണലിൽ മുസ്ലിം നിയമപണ്ഡിതൻ ഉണ്ടാകണം എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ വഖഫ് എന്താണ്? മുസ്ലിം മതവിശ്വാസികൾ അവരുടെ വിശ്വാസപരമായിട്ട് അവർ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റിനോ സംഘടനകൾക്കോ കൊടുക്കുന്നല്ലോ. വിശ്വാസത്തിൽ തന്നെ പല വിശ്വസിക്കുന്നത് പല അല്ല ഞാൻ പറയട്ടെ, പല ധാരകളുണ്ട്. അപ്പോൾ അങ്ങനെ പലതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ അല്ല ശ്രീജിത്തെ, ഞാൻ പറയട്ടെ ഇത് വഖഫ് അല്ലേ? വഖഫ് എന്ന് പറഞ്ഞാൽ അവരവരുടെ വിശ്വാസത്തിന്റെ പുറത്ത് സംഭാവന ചെയ്യുന്ന വിഷയമാകുമ്പോൾ അതിൽ തർക്കമുണ്ടാകുമ്പോൾ, ഇത് നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള തർക്കമല്ല, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള തർക്കമല്ല. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ തമ്മിലുള്ള തർക്കമുണ്ട്. ശ്രീജിത്തിന്റെ തെറ്റിദ്ധാരണയാണ്. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളിൽ മുസ്ലിം മതവിശ്വാസികളും തർക്കത്തിലുണ്ട്, ശ്രീജിത്തിന് അതിനെ അറിവില്ലാഞ്ഞിട്ടുള്ള. പറയട്ടെ ശ്രീജിത്തെ പറയട്ടെ, ഇടപെടല്ലേ. മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട പലരും വഖഫ് ഭൂമിയിൽ തർക്കം ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും അങ്ങനെയുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് പരിശോധിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരവരുടെ വിശ്വാസത്തിന്റെ പുറത്ത് കൊടുക്കുന്ന ഭൂമിയെ കുറിച്ച് പഠിക്കുമ്പോൾ അത്തരം
അല്ല പറയട്ടെ ഇത് സിവിൽ ഡിസ്പ്യൂട്ട് ആണ് എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ, രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ, ഇത്രയും കിരാതമായ ഒരു നിയമമായിരുന്നെങ്കിൽ പറയട്ടെ ശ്രീത ഞാൻ പറയട്ടെ ശ്രീത ഇടപെടല്ലേ ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞതിനുള്ള മറുപടി ഇത് വഖഫ് അവരുടെ വിശ്വാസപ്രകാരം അവർ കൊടുക്കുന്ന ഭൂമിയിലുള്ള തർക്കം പരിഹരിക്കാൻ ആ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടി വേണം. കാരണം പല ആളുകളും അതിനുശേഷം എന്നാൽ ആ മതവിശ്വാസത്തിലുള്ള ആൾക്കാരുടെ ഭൂമിയായിരിക്കണം എടുത്തിരിക്കുന്നത്. ഇത് അങ്ങനെയല്ല, സെക്യുലർ ആണ്, പലരുമായിട്ടുള്ള പ്രശ്നമാണ്. സെക്യുലർ നിയമമാണ് ഉണ്ടാവേണ്ടത്. അത് ശരിയല്ല. അല്ലല്ലോ ശ്രീജിത്തെ, ഇത് ആരുടെ ഭൂമി എടുത്തെന്നാ പറയാ? അവരവരുടെ വിശ്വാസത്തിന്റെ പുറത്ത് അവർ ഏതെങ്കിലും സംഘടനകൾക്ക് സംഭാവന ചെയ്യുന്ന വിശ്വാസത്തിന്റെ പുറത്ത് സംഭാവന ചെയ്യുന്ന ഭൂമിയാ. ആരുടെ ഭൂമിയെ പിടിച്ചെടുക്കുന്നത്? ഈ വഖഫിനെ എഴുതി കൊടുത്ത് വഖഫ് ചെയ്തിട്ടുള്ള ഭൂമിയാണ് പലരും, സ്വകാര്യ വ്യക്തികളും പല സംവിധാനങ്ങളും പല കോർപ്പറേറ്റ് ഹൗസുകളും ഒക്കെ കയ്യേറിയിട്ടുള്ളത് വഖഫിന് കൊടുത്തിട്ടുള്ള ഭൂമിയാണ്. അല്ലാതെ വഖഫ് ആരുടെ ഭൂമി എൻക്രോച്ച് ചെയ്യുന്നില്ല. വഖഫ് എവിടെയെങ്കിലും എൻക്രോച്ച് ചെയ്യുന്നുണ്ടോ? സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ മറ്റു പല ബിസിനസ് ഹൗസുകളുമാണ് വഖഫ് ചെയ്തിട്ടുള്ള ഭൂമി എൻക്രോച്ച് ചെയ്യുന്നത്. മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാ. ഇനി ഞാൻ 1969 രജിസ്റ്റർ ചെയ്ത സാധുജന പരിപാലന സംഘത്തിന്റെ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ലെയിം ചെയ്യുന്നുണ്ടല്ലോ, അതിൽ നിങ്ങളുടെ പരിഹാരം എന്താ? അതുകൂടി ഒന്ന് പറയൂ. സാധുജന പരിപാലന സംഘത്തിന്റെ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ലെയിം ചെയ്യുന്നില്ലേ? അതിന് മറുപടി പറയൂ. നടന്നത് സിവിൽ കോടതിയിൽ നിങ്ങൾക്ക് പോകാം. ഭൂരിപക്ഷം ഹിന്ദു ഭൂരിപക്ഷം മുസ്ലിമാണെന്ന് പറഞ്ഞ് ഈ നാട്ടിലുള്ള ഹിന്ദു സന്യാസിമാരെയും അയോധ്യ രാമജന്മഭൂമിയുടെ കേസിന്റെ ന്യായം ഒന്നും ശ്രീജിത്ത് പറയണ്ട. അത് ഈ രാജ്യത്തുള്ള ആളുകളൊക്കെ കണ്ടിട്ടുള്ള വിവരങ്ങൾ നാളെയോടുകൂടി ലഭ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും വഖഫ് ഭേദഗതി ബിൽ അത് നിയമമാകാൻ പോവുകയാണ്. വഖഫ് നിയമത്തിൽ പൊളിച്ചെഴുത്താണ് ഇതിലൂടെ വരാൻ പോകുന്നത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വഖഫ് നിയമം ഭേദഗതി ചെയ്യേണ്ടതാണോ? അതേ എന്ന് 64% പ്രേക്ഷകർ, അല്ല എന്ന് 32%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.